എന്റെ പ്രിയ സഹോദരിമാരെ, രക്ഷയും സമാധാനവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഞാൻ അർഷദ് ടി. ഇപ്പോ ഐസർ പൂനെയിൽ 4th ഇയർ പഠിക്കുകയാണ്. കെമിസ്ട്രിയിലാണ് മേജർ ചെയ്യുന്നത്. അപ്പോ KVPY ഫെലോ, ഞാന് KVPY ഫെലോ ആയത് ഞാൻ 2017 ഐസറിൽ ജോയിൻ ചെയ്യുന്നത്. ആ വർഷം ഞാൻ SB സ്ട്രീമിൽ കൂടെയാണ്. SB സ്ട്രീം എന്നുള്ളത് ഞാൻ പറയാം. ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോഴാണ് ഞാൻ KVPY എക്സാം എഴുതിയത്. സെലക്ടഡ് ആയ എക്സാം എഴുതിയത്. അതിന് മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ വർഷമാണ് സെലക്ടഡ് ആയത്. അതിനെ പറ്റിയിട്ടുള്ള അനുഭവങ്ങളൊക്കെ പറ്റി ഞാൻ പറയാം. അപ്പൊ ആദ്യം എന്തായാലും KVPY പറ്റിയിട്ട് ചെറിയൊരു ഓവർവ്യൂ തരാം. KVPY എന്ന് പറയുന്നത് ഇന്ത്യയില് ഗവേഷണത്തിൽ താല്പര്യമുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ IIScക്കാണ് അതിന്റെ മേൽനോട്ടമുള്ളത്. അവരാണ് എക്സാം നടത്തുന്നതും ഇന്റർവ്യൂ നടത്തുന്നതും ആളുകളെ സെലക്ട് ചെയ്യുന്നതും പിന്നെ അവർക്ക് വേണ്ട സ്കോളർഷിപ്പ് കാര്യങ്ങളും ക്യാമ്പുകളും ID കാർഡുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതും IISc ആണ്. അപ്പോ ഇത് +1, +2 അതുപോലെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴും എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ 3 സമയങ്ങളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ഇപ്പൊ അതിന് അപ്ലൈ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ട് അറിയാലോ. അപ്പോ ഈ 3 ഗ്രൂപ്പ് അല്ലെങ്കിൽ +1, +2 ഡിഗ്രി ഫസ്റ്റ് ഇയർ, ഇതില് ഒന്നാമത്തെ കണ്ടീഷൻ സയൻസിന് ചേർന്നിരിക്കണം. സയൻസ് ഗ്രൂപ്പ് എടുത്തവരായിരിക്കണം. അപ്പോൾ ഈ 3 ഗ്രൂപ്പിനും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും എക്സാം, ഇവാലുവേഷൻ, സെലക്ഷൻ എല്ലാം നടക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവാം. കിട്ടിക്കഴിഞ്ഞാല് സെലക്ടഡ് ആയി ഫെലോ ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടാല് ആദ്യം എക്സാം, പിന്നെ അതിനുശേഷം ഇന്റർവ്യൂ. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാല് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് മാസം 5000 രൂപ വെച്ച് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. അത് PGക്കാണെങ്കിൽ മാസം 7000 വെച്ചായിരിക്കും. കൂടാതെ വർഷത്തിൽ 20,000 രൂപ എക്സ്ട്രാ ഓരോ അലവൻസ് ഇന്റേൺഷിപ്പ് ഒക്കെ ആയിട്ട് കിട്ടും. ഇതൊക്കെ തന്നെ. പിന്നെ അതിനൊപ്പം KVPY ഫെലോ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ഐസർ, IISc പോലെയുള്ള പ്രീമിയർ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ BSc അല്ലെങ്കിൽ BS കോഴ്സ് IIScയിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടുള്ള ഗ്രാജുവേഷന് വേണ്ടിയിട്ട് ഗ്രാജുവേഷൻ കോഴ്സുകൾക്ക് ചേരാവുന്നതാണ്. ഇതൊക്കെ തന്നെയാണ് KVPY പറ്റിയിട്ടുള്ള ഒരു ഓവർവ്യൂ. അപ്പോ നിങ്ങൾക്ക് കുറെ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. നിങ്ങൾ ഓരോരുത്തരായിട്ട് ചോദിക്കും. എനിക്ക് അറിയുന്ന പോലെ ഞാൻ പറയാം. ഹലോ സാർ, ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ചെയ്യാൻ പോവുള്ളൂ. അപ്പോൾ SB കാറ്റഗറിയിലെ വരിക. അപ്പോൾ രണ്ട് കാറ്റഗറിയിലുള്ള എക്സാം നടത്തുന്നത്, പാർട്ട് 1, പാർട്ട് 2. എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ അങ്ങനെ. അപ്പൊ പാർട്ട് 1 +1 സിലബസും പാർട്ട് 2 +2 സിലബസ് ആണോ? അല്ല, അത് എക്സാമിന് 2 പാർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് 1 പാർട്ട് 2 എന്താ പറയാ, SB അല്ലേ? അപ്പോ SBക്കും SXനും അതായത് +1 +2 ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ആയി. അപ്പോ അവർക്ക് പക്ഷെ ഇവാലുവേഷനും കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വേറെ ആയിരിക്കും. അപ്പൊ അതില് +1 +2 എൻറ്റയർ സിലബസ്. അത് KVPY ഫിസിക്സ് ആണ്. പക്ഷെ എന്താ പറയാ, നിങ്ങൾക്ക് ഇപ്പൊ ഡിഗ്രിക്ക് ചേർന്നതാണെങ്കിലും ശരി, നിങ്ങൾക്ക് +1 +2 എൻറ്റയർ സിലബസ് ഉണ്ടാവും. ഒരു കാര്യം, അതിൽ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണ്ട. പാർട്ട് 1 പാർട്ട് 2 ഉള്ള ഒരു വ്യത്യാസം, പാർട്ട് 1 ഫിസിക്സ്, കെമിസ്ട്രി, ബയോ, മാത്സ് ഈ 4 നമ്മള് +1 +2 പഠിച്ചത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതില് 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതില് എന്താ പറയാ, നമുക്ക് താല്പര്യമുള്ള 3 എഴുതിയാൽ മതി. ഇത് പാർട്ട് 1. പാർട്ട് 2 അതേസമയം ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. അതേസമയം ഒരു ഇച്ചിരി എന്താ പറയാ, വെയിറ്റേജും കൂടുതലാണ്. അതേസമയം ഇച്ചിരി ഹാർഡ്നെസ്സും കൂടുതലായിരിക്കും. അത് കൂടാതെ തന്നെ അതിന് 2 സബ്ജക്റ്റുള്ളത് മാത്രം എഴുതിയാൽ മതി. ഒരു ഉദാഹരണം എന്താ പറയാ, നിങ്ങൾ ഫിസിക്സ് അല്ലേ ഇപ്പൊ എടുക്കാൻ നിൽക്കുന്നെന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് ഫിസിക്സോ മാത്സോ പാർട്ട് 2 എഴുതിയാൽ മതി. അതേസമയം പാർട്ട് 1 ഫിസിക്സ്, കെമിസ്ട്രി, ബയോ അങ്ങനെ ഏതെങ്കിലും 3 പാർട്ട് 1 എഴുതണം.
രണ്ടിന്നും സിലബസ് എന്താ പറയാ എൻ്റെ സിലബസ് കവർ ചെയ്യുന്ന ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ അർഷദ് ഖാൻ, അടുത്തൊരു ക്വസ്റ്റ്യൻ പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത് SASB SX ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു. SS സ്ട്രീം എന്ന് പറയുന്നത് അത് ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 സയൻസ് ഗ്രൂപ്പിലേക്ക് ചേരാൻ നിൽക്കുന്നവർക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. SX എന്ന് പറയുന്നത് +2 ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, +2 സയൻസ് ഗ്രൂപ്പിന് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്. SB സ്ട്രീം നേരത്തെ പറഞ്ഞ പോലെ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ ചേർന്നവർക്ക്. അത് BSc തന്നെ ആയിരിക്കണം, BA BCom കോഴ്സുകൾ പറ്റില്ല, സയൻസ് കോഴ്സുകൾ തന്നെ ആയിരിക്കണം. അത് BSc, അതുപോലെ BMath, BStat എന്നൊക്കെ പോലെയുള്ള കോഴ്സുകൾ കുറെ ഉണ്ട്. ലിസ്റ്റ് തന്നെ പറയുന്നുണ്ട്. എനിക്ക് നമ്മുടെ നാട്ടിൽ സാധാരണ BSc കോമൺ ആയിട്ടുള്ളത്. അപ്പോ പിന്നെ ഓരോ സ്ട്രീമിന്റെ ഇനി എക്സാമിന്റെ പാറ്റേൺ പറയുകയാണെങ്കിൽ SA സ്ട്രീമിന് എന്താ പറയാ +1 സിലബസ് ഉണ്ടാവും, ഇച്ചിരി +2 ഉണ്ടാവും. 10th കുറച്ച് സിലബസ്, 10th സിലബസ് വരുന്ന കോലത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ അവർക്ക് എക്സാം ആ രീതിയിലായിരിക്കും. പിന്നെ അതിന് ശേഷം പറയുകയാണെങ്കിൽ SB, അത് നേരത്തെ പറഞ്ഞ പോലെ +2 ഗ്രൂപ്പ് ഇപ്പൊ +2 പഠിക്കുന്നവർക്ക് അവർക്കും എൻ്റെ +1 +2 സിലബസ് കവർ ചെയ്യുന്ന കോലത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അവരുടെ സിലബസ് മൊത്തം +1 +2 ആണ്. പിന്നെ SB നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്കും +1 +2 ആണ്. SAക്ക് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും, SBക്കും SXനും സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. പക്ഷെ അതിനുശേഷമുള്ള കട്ട് ഓഫ് കാര്യങ്ങളിലൊക്കെ വ്യത്യാസം. ഓക്കെ അർഷദ് ഖാൻ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഏത് വിദ്യാർത്ഥികൾക്ക് ഇപ്പം SA അല്ലെങ്കിൽ +1 പഠിക്കുമ്പോഴും +2 പഠിക്കുമ്പോഴും ഒരു വിദ്യാർത്ഥി ഇത് ക്വാളിഫൈ ചെയ്തെന്ന് വിചാരിക്കാം, അദ്ദേഹം BTechനോ MBBSനോ ചേർന്നാൽ ഈ സ്കോളർഷിപ്പ് ലഭിക്കുമോ? ഇല്ല. കാരണം നമ്മൾ ഫെലോ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടാലും പിന്നീട് നമ്മൾ KVPയിലേക്ക് കുറെ ഫോമുകൾ കാര്യങ്ങളൊക്കെ പൂരിപ്പിച്ചു കൊടുക്കാനുണ്ട്. അപ്പൊ അതിൽ നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, കോഴ്സ് എന്നതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് അവർ ചോദിക്കുന്നുണ്ട്. ആ ഫോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എന്താ പറയാ ഇൻസ്റ്റിറ്റ്യൂട്ടിനും കുറച്ച് അതിൽ പൂരിപ്പിച്ചു കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോ ഒരിക്കലും MBBS BTech അതിനുശേഷം എന്താ പറയാ MBBS അല്ലെങ്കിൽ BTech ഡിഗ്രികൾ എടുക്കുന്നവർക്കൊന്നും ഫെലോഷിപ്പിന് അർഹരാവാൻ കഴിയില്ല. ഇത് എന്താ പറയാ ബേസിക് സയൻസ് കോഴ്സുകൾ പഠിക്കുന്നവർക്ക് തന്നെ കിട്ടുള്ളൂ. ബേസിക് സയൻസ് കോഴ്സുകൾ ഡിഗ്രിക്കോ അല്ലെങ്കിൽ PGക്കോ പഠിക്കുന്നവർക്ക് തന്നെ കിട്ടുള്ളൂ. പ്രിപ്പറേഷൻസ് ആണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഓക്കെ, പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോ നമുക്ക് 2 ലെവലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഒന്ന് എക്സാം, മറ്റൊന്ന് ഇന്റർവ്യൂ. ഇത്തവണ കൊറോണ ആയതുകൊണ്ട് ഇന്റർവ്യൂ ഇല്ല, എക്സാം മാത്രമേ ഉള്ളൂ. അപ്പൊ എക്സാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് KVPയുടെ സൈറ്റിലുണ്ട്. അപ്പൊ അതിൽ നോക്കിയാൽ തന്നെ എന്താ പറയാ ക്വസ്റ്റ്യന്റെ ലെവൽ എന്ന് പറയുമ്പോൾ ഒരു JEE മെയിൻ ലെവൽ അല്ലെങ്കിൽ അതിനേക്കാളും ഇച്ചിരി കൂടുതൽ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ ആണ് പാർട്ട് 1. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പാർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നു. അതില് പാർട്ട് 1 ക്വസ്റ്റ്യൻസ് JEE മെയിൻ ലെവൽ അല്ലെങ്കിൽ അതിനെക്കാളും കുറച്ചും കൂടെ ഒരു മോഡലായിട്ട് വരും. പാർട്ട് 2 ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരു അഡ്വാൻസ് ക്വസ്റ്റ്യൻ, JEE അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യന്റെ ലെവൽ വരും. പ്രിപ്പറേഷനെ പറ്റി പറയുകയാണെങ്കിൽ +1 പഠിക്കുന്നവര് എന്താ പറയാ ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 കയറിയവര് ഏകദേശം സിലബസിനുള്ളത് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിയിട്ടു. എക്സാം January 31 ആണ് വരുന്നത്, ഇനി 3-4 മാസമുണ്ട്. പിന്നെ +2 തുടങ്ങിയവര് ഇപ്പൊ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, പിന്നെ മോഡേൺ കെമിസ്ട്രി ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചുകൂടി. മോഡേൺ ഫിസിക്സ്, അതുപോലെ ഞാൻ ഫിസിക്സിന്റെ കാര്യമല്ല പറഞ്ഞത്. എന്തായാലും പാർട്ട് 2 എന്താ പറയാ നമ്മൾ പാർട്ട് 2 ഭാഗങ്ങളും ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിയിട്ടു +1 +2 പിന്നെ SBക്കാര് എന്താ പറയാ NCERT മൊത്തത്തിലൊന്ന് നന്നായിട്ട് കവർ ചെയ്തോളൂ. പിന്നെ അതിനുശേഷം അതിനെ ബേസ് ചെയ്തിട്ടുള്ള എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. പിന്നെ പഠിക്കുമ്പോൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും KVPക്ക് ചോദിക്കുന്ന ഒരു മോഡൽ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു എക്സ്പ്ലനേഷൻ പോലെയുള്ള കാര്യങ്ങൾ. നമ്മൾ പലപ്പോഴും കണ്ടന്റ് ശരിക്കും മനസ്സിലാക്കിയിട്ട് ബേസ് ശരിക്കും അറിഞ്ഞാല് എനിക്ക് എന്താ പറയാ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ശരിക്കും മനസ്സിലായാല് അതിന് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ വരുന്നത്. അപ്പൊ പ്രിപ്പറേഷൻ എന്ന് പറയുകയാണെങ്കിൽ സാധാരണ നമ്മൾ എന്താ പറയാ ഞാന് ക്വസ്റ്റ്യൻസ് കുറെ നിങ്ങൾ നന്നായിട്ട് ചെയ്ത് നോക്കുക. മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ല മോഡൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അത് വേറെ ഏകദേശം നടന്ന എല്ലാ ക്വസ്റ്റ്യന്റെയും KVPയുടെ സൈറ്റിലുണ്ട്. എന്തായാലും അതിന്റെ ലിങ്ക് കൂടെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യാനുണ്ട്. പിന്നെ
പ്രിപ്പറേഷൻസ്. ഓക്കെ അർഷദ്, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്പർ ഓഫ് ചാൻസസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരാൾ. നമ്പർ ഓഫ് ചാൻസസ് എന്ന് പറയുമ്പോൾ 3 ചാൻസ് ഉണ്ട്. ഒന്ന് +1 അതാണ് SA, അടുത്തത് +2 SX, പിന്നെ SB. ഈ 3 ചാൻസും ഉപയോഗിക്കാം. ഞാൻ +1 ഇതിനെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു, അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. +2 ആദ്യമായിട്ട് എഴുതിയിരുന്നത്. എക്സാമിലൊന്നും കിട്ടിയില്ല. പിന്നെ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഐസറിൽ SB സ്ട്രീമിൽ അതില് കിട്ടി. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? എന്റെ പേര് ശിവരഞ്ജനി എന്നാണ്. ഞാൻ ഇപ്പോൾ 12th പഠിക്കുന്നു. കഴിഞ്ഞ തവണ SA സ്ട്രീമിന് അപ്ലൈ ചെയ്തിരുന്നു. അത് വിചാരിച്ച പോലെ തന്നെ കിട്ടിയില്ല. എന്റെ പ്രിപ്പറേഷൻസ് കുറവായിരുന്നു. അപ്പൊ ഇപ്പൊ ടൈം ഉണ്ടല്ലോ, എനിക്ക് എങ്ങനെ അത് യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ, എന്റെ ടൈം നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും? കോച്ചിങ്ങിനൊന്നും ഞാൻ ഇപ്പൊ പോകുന്നില്ല. അതിന് KVPYക്ക് മാത്രമായിട്ട് കോച്ചിങ്ങിന് ഉള്ളത് കേട്ടിട്ടുമില്ല. എഞ്ചിനീയറിംഗിന്റെ കോച്ചിങ്ങിന് പോയിരുന്നു, അത് പറ്റാത്ത കാരണം നിർത്തി. കഴിഞ്ഞ തവണയായിരുന്നു പോയിരുന്നത്. അപ്പൊ ഇപ്പൊ കോച്ചിങ്ങിനെ കുറിച്ചൊന്നും അറിയാത്ത കാരണം. ഓക്കെ, അപ്പോ പ്രിപ്പറേഷൻസിനെ പറ്റിയാണ് ചോദിക്കുന്നത് അല്ലെ? ഇപ്പൊ +2 പഠിക്കല്ലോ. അപ്പൊ എന്തായാലും +1 ഇതുവരെ പഠിച്ച എല്ലാത്തിനെയും പറ്റിയിട്ട് ഞാന് എന്നോട് ചോദിക്കുന്നവരോട് പറയുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് എത്രത്തോളം സ്യൂട്ട് ആവുന്നുള്ളതിനനുസരിച്ച് എടുത്താൽ മതി. NCERT മൊത്തം പഠിക്കണം. NCERTയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും, NCERTയില് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അതിന്റെ പിന്നിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും, അതായത് ടെക്സ്റ്റിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യണം. അപ്പൊ തന്നെ ഏകദേശം കൺസെപ്റ്റുകളെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടും. പിന്നെ അതിനുശേഷം KVPY പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. SX സ്ട്രീം ആയതുകൊണ്ട് തന്നെ +1 +2 മൊത്തം വരും. ഒരിക്കലും എന്താ പറയാ, ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യരുത്. പിന്നെ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള 3 സബ്ജക്ട് ചൂസ് ചെയ്യാം. അതിൽ 2 മോർ പ്രയർ ആയിട്ടുള്ളത്, അത് നന്നായിട്ട് പഠിക്കണം. പിന്നെ ഒന്ന് നിങ്ങൾക്ക് വീക്കായിട്ടുള്ള വിഷയം അതങ്ങ് മൈൻഡ് ചെയ്യണ്ട, അത് വിട്ട് കളയാം. അത്ര തന്നെ കാര്യം. ഇപ്പൊ ബയോളജി എഴുതാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, അപ്പൊ മാത്സ് വിട്ട് കളയാമോ? KVPYക്ക് 3 സബ്ജക്റ്റിലുള്ളത് മാത്രം, 3 സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അതിൽ 2 നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. കാരണം ലെവൽ പാർട്ട് 2 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതിൽ 2 മാത്രം, 2 സബ്ജക്റ്റുകൾ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. പിന്നെ കമന്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു, നെഗറ്റീവ് മാർക്ക് ഉണ്ടാവുന്നത്. നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അപ്പോ മാർക്കിംഗ് എങ്ങനെ വരുന്നത് എന്ന് വെച്ചാൽ, മൊത്തം 100 മാർക്കാണ് ഉള്ളത്. ക്വസ്റ്റ്യൻസ് 100-ലധികം, എന്താ പറയാ, അതിനധികം ഉള്ളതുണ്ടാവും. അപ്പോ പാർട്ട് 1 പറഞ്ഞ പോലെ തന്നെ ഓരോ സബ്ജക്റ്റിൽ നിന്നും 20 ക്വസ്റ്റ്യൻ വീതമാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോ, മാത്സ് അങ്ങനെ 80 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും 3 സബ്ജക്റ്റിൽ നിന്നുള്ള 60 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. ഇതിന് ഓരോന്നിനും പാർട്ട് 1 1 മാർക്ക് വീതമാണ്. അതേസമയം നെഗറ്റീവ് മാർക്ക് ഇവിടെ 1/4 നെഗറ്റീവ് മാർക്കാണ്. 0.25 മാർക്ക് നെഗറ്റീവ് ഉണ്ട്. അതേസമയം പാർട്ട് 2 നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോ, മാത്സ് ഇവയിൽ നിന്നെല്ലാം എന്താ പറയാ 10 ചോദ്യം വീതമാണുള്ളത്. ഇവിടെ ഓരോ ക്വസ്റ്റ്യനും ശരിയാണെങ്കിൽ 2 മാർക്ക് വീതമാണുള്ളത്. അതേസമയം തെറ്റിയാല് 1/2 ആണ് നെഗറ്റീവ് മാർക്ക് ഉള്ളത്, 0.5. അപ്പോ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിന് കിട്ടുന്ന മാർക്കിന്റെ എന്താ പറയാ 25% നെഗറ്റീവ് മാർക്ക് ആയിരിക്കും വരിക തെറ്റിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ അർഷദ് ഖാൻ, ഒരു ക്വസ്റ്റ്യൻ. SS സ്ട്രീം, SA, SB, SX എല്ലാ സ്ട്രീമിലും ഇതുപോലെ പാർട്ട് 1 പാർട്ട് 2 ആണോ? അതെ. പിന്നെ എക്സാം ക്വാളിഫൈ ചെയ്താൽ കേരളത്തിൽ പഠിക്കാൻ ചാൻസ് ഉണ്ടോ? എക്സാം ക്വാളിഫൈ ചെയ്താൽ വെച്ചാൽ ഇത്തവണ ഇന്റർവ്യൂ ഇല്ല എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ എക്സാം ക്വാളിഫൈ ചെയ്താൽ കേരളത്തിൽ പിന്നെ ഐസർ തിരുവനന്തപുരം ഉണ്ട്. ചോദ്യതാണ്, ഇപ്പൊ നാട്ടിലെ ഏതെങ്കിലും BSc കോഴ്സിന് ചേരാൻ? അത് അങ്ങനെ ചേരാം, അതിനൊരു കുഴപ്പമില്ല. നമ്മള് അങ്ങനെ ഓക്കെ. അപ്പൊ നാട്ടിൽ നമ്മൾ ചേരുകയാണെങ്കിൽ എന്താ പറയാ BScയിൽ ഏതെങ്കിലും കോഴ്സിന് ചേർന്നാൽ മതി. പക്ഷെ മിക്കവാറും KVPY ഫെലോ ആയതുകൊണ്ട് തന്നെ ഐസർ അല്ലെങ്കിൽ IISc ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് എന്തായാലും അഡ്മിഷൻ കിട്ടും. നമ്മുടെ നാട്ടിലുള്ള ഒരു
സാധാരണ കോളേജ് ജോയിൻ ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ലതാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെയുള്ള കോളേജുകളിൽ ജോയിൻ ചെയ്യാം. എന്തായാലും KVPക്കാർ അങ്ങനെ വെറുതെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നടക്കേണ്ട അവസ്ഥയില്ല. ഒരു ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കൂ. അപ്പോ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ 80 ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് പേപ്പറിൽ, 80 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാകുന്നത്. അപ്പൊ അതില് 3 വിഷയം, ഏതെങ്കിലും 3 വിഷയത്തില് 60 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യണം അല്ലെ? അങ്ങനല്ലേ? അതെ അതെ. അപ്പൊ അപ്പം അത് മസ്റ്റ് ആണ്, 60 മസ്റ്റ് ആണ്. 60 മസ്റ്റ് അല്ല, മസ്റ്റ് എന്താ പറയാ, 3 പാർട്ട് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് മാർക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യില്ല, അത്ര തന്നെ. ഓക്കെ, മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ എനിക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, അപ്പോ ഈ 4 വിഷയത്തിലും എനിക്ക് അറിയാവുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ അറ്റൻഡ് ചെയ്യാവോ? 4 അറ്റൻഡ് ചെയ്യാവോ? 4 അറ്റൻഡ് ചെയ്താല് അതെങ്ങനെയാന്ന് എനിക്കറിയില്ല, ഉറപ്പില്ല. എന്തായാലും കൂടുതൽ കിട്ടിയിട്ടുള്ള 3 ആയിരിക്കും എടുക്കാൻ സംശയമുണ്ട്. കൂടുതൽ മാർക്ക് കിട്ടി എനിക്ക് ഉറപ്പില്ല അതിന് 4 അറ്റൻഡ് ചെയ്താൽ എന്തായിരിക്കും ഉണ്ടാവുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് 60 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. അപ്പൊ എനിക്ക് 4 വിഷയം എടുക്കുമ്പോ 60 അയ്യോ, ഞാൻ പറഞ്ഞെടുത്ത് ചെറിയ കൺഫ്യൂഷൻ വന്ന സംശയമുണ്ട്. 60 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണമെന്നല്ല, 3 വിഷയങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. 3 വിഷയങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യുന്നത്. ശരി, അങ്ങനെയാണ് ഞാൻ പറഞ്ഞെടുത്ത ഒരു വന്നതാണ്. ഓക്കെ. ബുക്സ് യൂസ്ഡ് ബൈ യു. അക്സർ യാസിൻ. ഓക്കെ, ബുക്സ് എന്ന് പറയുമ്പോ എന്ത് വന്നാലും ആദ്യം തുടങ്ങേണ്ടത് NCERT വെച്ചാണ്. പക്ഷെ NCERTയിലും ചുറ്റിപ്പറ്റി നിൽക്കാൻ പാടില്ല, അതിനപ്പുറം നമ്മൾ പോകണം. പിന്നെ ഒന്ന് NCERT, മറ്റൊന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. പിന്നെ KVPYക്കായിട്ട് ഞാൻ വേറെ ബുക്കുകളൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ +2 കഴിഞ്ഞിട്ട് 1 വർഷം ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനിടയിൽ കുറെ ബുക്കുകൾ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ബുക്കുകള് ഇപ്പോഴത്തെ സമയത്തിനനുസരിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ എത്രത്തോളം യൂസ്ഫുൾ അത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് അറിയില്ല. എന്തായാലും ഞാൻ പറയാം, ഞാൻ ഫിസിക്സിന് അരിഹന്തിന്റെ ഒരു എന്താ പറയുക സീരീസ് ആയിരുന്നു, അണ്ടർസ്റ്റാൻഡിങ് ഫിസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള. JEE മെയിൻ ആൻഡ് അഡ്വാൻസ് ആ രീതിയിലായിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കെമിസ്ട്രിക്ക് ഞാൻ പല ബുക്കുകളെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താ പറയാ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്സ് ഞാൻ അഡ്വാൻസ് ലെവൽ ബുക്കായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിപ്പോ ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് റെഫർ ചെയ്താല് സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്നില്ല. എന്തായാലും നോക്കിയിട്ടുണ്ടായിരുന്ന ഒന്ന് അരിഹന്തിന്റെ തന്നെ ഒരു JEE മെയിൻ അഡ്വാൻസ് സീരീസ് ഉണ്ട് മാത്സിന്റെ, എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, സ്കിൽസ് ഇൻ മാത്തമാറ്റിക്സ്, ആ സീരീസിലുള്ള ബുക്കുകളായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കെമിസ്ട്രിക്ക്, ഫിസിക്കൽ കെമിസ്ട്രിക്ക് ഡോക്ടർ ബഹദൂർ എന്ന് പറഞ്ഞ ഒരാളുടെ ബുക്കായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇനോർഗാനിക് കെമിസ്ട്രിക്ക് അരിഹന്തിന്റെ തന്നെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, RK ഗുപ്ത, സംശയം ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും അരിഹന്തിന്റെ ആയിരുന്നു കെമിസ്ട്രിക്ക് നോക്കിയിട്ടുണ്ട്, ഇനോർഗാനിക് കെമിസ്ട്രിക്ക് നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓർഗാനിക് കെമിസ്ട്രിക്ക് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, അത് ഇതാണ് റിയാക്ഷൻ മെക്കാനിസം ഇൻ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞ MTQയുടെ ഒരു ബുക്ക് ഉണ്ട്. അതിലെ ഫസ്റ്റ് പാർട്ട് അല്ലെ റിയാക്ഷൻ, അത് നോക്കി ഏകദേശം ഒരു ഓവർവ്യൂ, ഒരു റിയാക്ഷൻ ഓർഗാനിക്കില് ഒരു റിയാക്ഷൻ കണ്ടാൽ എങ്ങനെ പോകണം എന്നുള്ളൊരു ഓവർവ്യൂ അതിൽ ശരിക്കും മനസ്സിലാവും. അതിലെ ഫസ്റ്റ് പാർട്ട് ഈ 3 ആയിരുന്നു. ഞാൻ JEE അഡ്വാൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തതായിരുന്നു. അപ്പോ ഇത് ചിലപ്പോൾ KVPY എന്നുള്ള ഇതിന് ഇച്ചിരി ഹെവി ലോഡായിട്ട് തോന്നണം. അതുകൊണ്ട് എനിക്ക് എത്രത്തോളം ബുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് എത്രത്തോളം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് എന്താ പറയാ, ഒന്ന് കുറച്ചും കൂടെ നല്ലത് നിങ്ങളുടെ ടീച്ചേഴ്സിനോടൊക്കെ ഒന്നും കൂടെ ഒന്ന് ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, അർഷദ് കംപ്ലീറ്റ് NCERT കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ചാൻസ് ഉണ്ട് ഈ പുസ്തകങ്ങളും നോക്കാതെ കംപ്ലീറ്റ് NCERT പഠിച്ചു എന്ന് പറഞ്ഞാല് എന്താ പറയാ, അത് തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. NCERT പഠിക്കാതെ ബാക്കിയുള്ളതിലേക്ക് നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ NCERT കംപ്ലീറ്റ് ചെയ്യണം.
എന്നിട്ട് അതിനുശേഷം എന്താ പറയാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം. പിന്നീട് എന്താ പറയാ JEE മെയിൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. പിന്നെ JEE അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. പിന്നെ അതുപോലെ ഞാൻ ബയോന്റെ കേസിലാണെങ്കിൽ എനിക്ക് ശരിക്കും പറയാൻ അറിയില്ല. എന്തായാലും ബയോന്റെ കേസിൽ NCERT ഫുള്ള് നോക്കണം, ലൈൻ ബൈ ലൈൻ. അത് പൊതുവെ പറയാറുള്ളതാണ്. പിന്നെ ബുക്കുകൾ ബയോന്റെ കേസിൽ എങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ സ്പെസിഫിക് ആയിട്ട് പുസ്തകങ്ങൾ പറയാത്തത് കാറ്റഗറി പറയുന്നത് ഒന്ന് JEE മെയിൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അതിൽ കൂടുതൽ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കണ്ടിട്ടുള്ളത്, KVPYക്ക് കണ്ടിട്ടുള്ളത്. പിന്നെ SA സ്ട്രീമിന് ഞാൻ പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് SAൻ്റെത് എനിക്ക് കറക്റ്റ് പറയാൻ കഴിയില്ല. എനിക്ക് തന്നെ ഏകദേശം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ എന്താ പറയാ ഇത് 10-15 വർഷമായിട്ട് നടക്കുന്നതുകൊണ്ട് അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ കുറച്ച് അധികം ഉണ്ടാവും. അപ്പോൾ NCERT പിന്നെ അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അതിൽ SA സ്ട്രീം +1-ൻ്റെത് മാത്രം നോക്കിയാൽ മതി. +1-ൻ്റെ മാത്രം നോക്കിയാൽ പിന്നെ +2-ലുള്ള ജസ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക്സിലുള്ള ചെറിയ കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളും. അതെ, ഒന്നുകൂടെ പറയാം. SA സ്ട്രീമിലുള്ളവർ NCERT +1-ൻ്റെത് കാര്യങ്ങൾ നോക്കണം. കൂടാതെ +2-ലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക്സിലുള്ള കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കി വെക്കാം. SA സ്ട്രീമിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് 10ാം ക്ലാസ്സിലുള്ളത് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കണം. പിന്നെ +1-ലുള്ള സിലബസ് NCERT അത് നന്നായിട്ട് നോക്കണം. പിന്നെ +2 ജസ്റ്റ് ഇക്വേഷൻസ് ഒന്ന് നോക്കാം. അതാണ് SA-ന്റെ സിലബസ് ഏകദേശം. SBക്ക് നേരത്തെ പറഞ്ഞ പോലെ +1 +2 ഫുള്ള്, SB SX-ന്. ഓക്കെ, അടുത്ത ചോദ്യം. SB സ്ട്രീമിന് 10-ലെ സിലബസ് ഇല്ല, അത് +1 +2 മാത്രം. MBBS സക്സസ്ഫുൾ ആൻഡ് യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാല് ബയോ അതുപോലെ കെമിസ്ട്രി ഇതിന് രണ്ടിനും MBBS ലെവൽ ക്വസ്റ്റ്യൻസ് യൂസ്ഫുൾ തന്നെയാണ്. നീറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഞാൻ നീറ്റിനെ പറ്റി അധികം എനിക്ക് അറിയില്ല, ഞാൻ അതിന് വേണ്ടിയിട്ട് അധികം പ്രിപ്പയർ ആക്കില്ല. അപ്പോ ബയോനെ പറ്റി എനിക്ക് അധികം പറയാൻ കഴിയില്ല, ഞാൻ ബയോ ആയിരുന്നില്ല എഴുതിയിട്ടില്ല. NCERT-യുടെ ഒരു മാത്രം പിൻബലം മാത്രമേ ബയോയിൽ എനിക്കുള്ളൂ. ക്വസ്റ്റ്യൻസ് ഞാൻ JEE-ന്റെ ബേസിലല്ല ഐസറിൽ കയറിയിട്ടുള്ളത്. ഞാൻ ഐസർ ആപ്റ്റിറ്റ്യൂഡ് +1 നമ്മുടെ കേരള സിലബസ് അതില് 4 സബ്ജക്റ്റും പഠിക്കാനുള്ളത് കൊണ്ട് അതിന്റെ ഒരു പ്രിവിലേജ് ആണെന്ന് പറയാം. ബാക്കി പല എന്താ പറയാ സ്റ്റേറ്റിലെ സിലബസുകളിലും 4 കെമിസ്ട്രി അത് ബയോയും മാത്സും ഒപ്പം പഠിക്കുന്നത് ഇല്ല. നമുക്ക് അതിന്റെ ഒരു മുൻഗണന ഉള്ളതുകൊണ്ടാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റില് കുറെ മലയാളികൾ വരാറ്, എന്താ പറയാ ക്വാളിഫൈ ചെയ്ത് ഐസറിൽ എത്താറുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കട്ടെ. സെപ്പറേറ്റ് എക്സാം ഫോർ ബയോ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്. ഇല്ല, ഇത് ആകെ ഈ ഒരു SA-ന്റെ ഒരു എക്സാം ഉണ്ടാവും. പിന്നെ SX-നും SBക്കും കൂടെ ആയിട്ട് എക്സാമോ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നായിരിക്കും. ഇതില് ബയോക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിനോ വ്യത്യാസം എന്താ പറയാ സെപ്പറേറ്റ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. ഇതില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടമുള്ള 3 സബ്ജക്റ്റിന്റെ ലെവൽ എന്താ പറയാ ഇഷ്ടമുള്ള സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എഴുതുക. അതില് ഫസ്റ്റ് ലെവലില് 3 എണ്ണം ആയിരിക്കും, സെക്കൻഡ് ലെവലില് 2 സബ്ജക്റ്റിനുള്ളത് നോക്കും. ഓക്കെ, സെലക്ട് ആകാൻ എത്ര റാങ്ക് മിനിമം വേണം? അത് വ്യത്യാസമുണ്ട്. കാരണം ഞാൻ എന്താ പറയാ KVPY ഫെലോസിന്റെ ഓരോ വർഷം എടുത്ത കണക്ക് നോക്കുമ്പോ അതിൽ നല്ലൊരു വേരിയേഷൻ ഉണ്ട്. അപ്പോ SX സ്ട്രീമിൽ നിന്നാണ് കൂടുതൽ ഫെലോസിനെ ഓരോ വർഷം സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ കൂടുതൽ ആപ്ലിക്കേഷൻ ഉണ്ട് തോന്നുന്നുണ്ട്. ഇന്റർവ്യൂവിനൊക്കെ വന്നപ്പോ SX കുറെ പേരുണ്ടായിരുന്നു. അപ്പോ SX പൊതുവെ ഒരു 120-150 റേഞ്ചിലൊക്കെയാണ് സാധാരണ ഇപ്പോ ആൾക്കാരെ സെലക്ട് ചെയ്യാറ്. അതേസമയം SB അതായത് ഡിഗ്രി ലെവലിലുള്ളവർക്കാണെങ്കിൽ ഞാൻ 2017 85-86 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ചില വർഷം അത് 100ന്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. സെയിം കേസ് SA-ക്കും SB-ക്കും സെയിം കേസ് തന്നെ. SB-ക്കും ഏകദേശം ഒരു 110 ഒരു 80 മുതൽ 110 ആ ഒരു റേഞ്ചിലാണ് SA അതായത് +1 സ്റ്റുഡൻസിനും KVPY ഫെലോ ആയിട്ട് സെലക്ട് ചെയ്യാറ്. ഏറ്റവും കൂടുതൽ SB എന്നാണ്. ഇനി അടുത്തത് വരുന്നത്
NCERT miscellaneous question will be asked. ഞാൻ ഉദ്ദേശിച്ചത് ക്വസ്റ്റ്യൻസ് അതുപോലെ ചോദിക്കാന്നല്ല, അത് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ചോദിക്കാം. പിന്നെ മിസലേനിയസ് ക്വസ്റ്റ്യൻസ് അതിൽ NCERT തന്നെ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ അത് എന്താ പറയാ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിനനുസരിച്ച് എന്താ പറയാ അതിനനുസരിച്ചൊരു പ്രിപ്പറേഷൻ വേണം. ഇപ്പൊ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തന്നെ കുറെ എന്താ പറയാ ചെയ്ത് ശീലിച്ചാലേ ഫാസ്റ്റ് എന്താ പറയാ എക്സാമിന് നമ്മൾ എഴുതുമ്പോൾ ഒരു ഫാസ്റ്റ് ഒക്കെ കിട്ടുള്ളൂ. ക്വസ്റ്റ്യൻസ് കുറെ സോൾവ് ചെയ്യുമ്പോഴേ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ഫാസ്റ്റ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കൊക്കെ അറിയാം, പക്ഷെ ടൈമിന് എല്ലാം ചെയ്ത് തീർക്കാൻ കഴിയില്ല. KVPY അഡ്മിഷൻ കിട്ടാൻ വേണ്ടി മാത്രം, അത് KVPY അഡ്മിഷൻ കിട്ടാൻ വേണ്ടി മാത്രം ഉപകരിക്കുന്നതാണോ, ജോബിന് യൂസ്ഫുൾ ആണോ? ഇത് സത്യം പറഞ്ഞാൽ KVPY എന്ന് പറയുന്നത് റിസർച്ച് കരിയർ എടുക്കാൻ കുട്ടികളെ താല്പര്യപ്പെടുത്തുക അല്ലെങ്കിൽ ഉത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് KVPY ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ജോബ് എത്രത്തോളം അതിലുണ്ടാവുമെന്ന് ചോദിച്ചാല്, റിസർച്ച് കരിയർ ആണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ KVPY അതിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യും. കാരണം എന്താന്ന് വെച്ചാല് KVPY ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വർഷത്തില് 20,000 അല്ലെങ്കിൽ 28,000 ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അതെന്തിനാന്ന് വെച്ചാൽ ഓരോ വർഷവും നമ്മൾ നല്ലൊരു ലാബില് പോയിട്ട് ഒരു പ്രൊജക്ട് ചെയ്യണം. ആ പ്രൊജക്ടിന്റെ റിപ്പോർട്ട് KVPYക്ക് പിന്നീട് ഓരോ വർഷം റിന്യൂ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ അയച്ചു കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചെലവുകൾക്കാണ് ഈ 20,000 അല്ലെങ്കിൽ 28,000 PG ലെവലില് തരുന്നത്. അപ്പൊ ഈ റിപ്പോർട്ട് എന്താ പറയാ KVPY നമ്മളെന്താ പറയാ ഇതുപോലുള്ള ലാബുകളിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തരാം. അപ്പൊ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇത് വെച്ച് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഐഡിയ ശരിക്കും കിട്ടും. അതുപോലെ കുറെ കോണ്ടാക്ട് സാറിന് എന്താ പറയാ സയന്റിസ്റ്റുകളുടെ കീഴിലൊക്കെ ആയിരിക്കും എന്താ പറയാ വർക്ക് ചെയ്യുന്നത് പ്രൊജക്റ്റ് ഒക്കെ. അപ്പൊ അവരായിട്ടുള്ള ഒരു കോണ്ടാക്ട് ഒക്കെ റിസർച്ചിൽ താല്പര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ അത് ഹെൽപ്ഫുൾ ആവും. ജോബ് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ റിസർച്ച് അതൊരു നല്ലൊരു കരിയർ തന്നെയാണ്. അത് താല്പര്യമുള്ളവർക്ക് KVPY സപ്പോർട്ടോട് കൂടിയിട്ട് പ്രൊജക്ട് ഒക്കെ ചെയ്യുമ്പോൾ നല്ല കോണ്ടാക്റ്റുകളൊക്കെ സാർമാരായിട്ടൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അവർ നല്ലൊരു ഗൈഡൻസും അവരുടെ എന്താ പറയാ പേഴ്സണൽ ആയിട്ടൊരു ഗൈഡൻസും നമുക്ക് കിട്ടും. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സബ്ജക്റ്റും ആവശ്യമുണ്ട്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് 4 സബ്ജക്റ്റിനും ആവശ്യമുണ്ട്. അതിപ്പോ നമ്മുടെ ഇതിന്റെ ഭാഗമല്ല, എന്നാലും ജസ്റ്റ് എന്ന് പറയണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോ, മാത്സ് 4നും ക്വസ്റ്റ്യൻ ഉണ്ടാവും. 4ഉം എന്താ പറയാ ഇവാലുവേറ്റ് ചെയ്യപ്പെടും. 4 സബ്ജക്റ്റും അറ്റൻഡ് ചെയ്താൽ എങ്ങനെയാണ് മാർക്ക്? 4 സബ്ജക്റ്റും അറ്റൻഡ് ചെയ്താൽ എങ്ങനെയാണ് മാർക്ക് എന്ന് ചോദിച്ചാല് നമുക്ക് ചിലപ്പോൾ അറിയണത് ഉണ്ടാവും. അതിനെ പറ്റിയിട്ട് എനിക്ക് ഉറപ്പായിട്ടൊരു കാര്യം പറയാൻ കഴിയില്ല. കാരണം ഞാന് അതിനെ പറ്റിയിട്ട് എനിക്കൊരു ആൻസർ കിട്ടിയിട്ടില്ല. അതാണ് സോറി. ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് കട്ട്സ് ദാറ്റ് യു യൂസ് ടു സോൾവ് പ്രോബ്ലംസ്. അത് എന്നെ ചോദിച്ചാല് ഞാൻ മറന്നു പോയിട്ടുണ്ട് കുറെ കാര്യങ്ങൾ. ഞാന് 2017 3 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഷോർട്ട് കട്ട്സ് ഒക്കെ മറന്നു പോയിട്ടുണ്ട്. കാരണം അതിന് ഷോർട്ട് കട്ട്സ് എന്ന് പറയുമ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, MCQ ടൈപ്പ് ആണ്. അപ്പൊ അതിന് വേണ്ട കുറച്ച് സ്കിൽസ് കാര്യങ്ങളും അതിന് ഉതകുന്നതായിട്ടുള്ള ഷോർട്ട് കട്ട്സ് ആയിരിക്കും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഇപ്പൊ ചെയ്തിട്ട് കാലം കുറെ എന്താ പറയാ അങ്ങനത്തെ എക്സാമിന് വേണ്ടിയിട്ട് നോക്കിയിട്ട് കാലം കുറെ ആയതുകൊണ്ട് എനിക്കിപ്പം പറഞ്ഞുതരാൻ കഴിയില്ല. ശരി, ഞാൻ പറഞ്ഞ ശരിക്ക് KVPYന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് ശാസ്ത്രജ്ഞന്മാരുണ്ടാക്കുക. അതാണ് ശരിക്കും KVPYന്റെ ലക്ഷ്യം. അപ്പൊ അതിന് പറ്റിയ പണികൾ അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ട് അവർ നന്നായിട്ട് കാശറിയും. അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് അവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ അവരുണ്ടാകും. അപ്പോ ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാല് ഒരു KVPY ഫെലോ ആയ ആൾക്ക് ഒരു റിസർച്ചർ കരിയർ, അതിന് റിസർച്ച് കരിയർ ഇപ്പോ എന്താ പറയാ പലരും അധികമായിട്ട് കേട്ടിട്ടുണ്ടാവില്ല. എന്താ പറയാ പഠനം തന്നെ ഒരു പണിയായിട്ട് എടുത്തു. അതിന് ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാബ് എന്താ പറയാ വലിയ വലിയ ലാബുകൾ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ലാബുകള് നമ്മളധികം കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ്. പക്ഷെ അത് അങ്ങനത്തെ വലിയ വലിയ ലാബുകളിൽ ഗവേഷണം ചെയ്യുക അതൊരു പണി തന്നെയാണ്. അപ്പൊ അതിലേക്ക് ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ നയിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ്.
അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരാൾക്ക് ഇന്നതായ എന്താ പറയാ, ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് MBBS പഠിച്ച ഒരു ഡോക്ടർ പണി ഉണ്ടാവും, അതുപോലെ ബിടെക് എടുത്താൽ ഒരു എഞ്ചിനീയറുടെ ജോലി കിട്ടും എന്നുള്ള പോലെ ഇതിനങ്ങനെ ഒരു പ്രത്യേക ജോലി KVPO കിട്ടിയാൽ ഉണ്ടാവുന്നല്ല. താല്പര്യമുള്ളവന് എന്താ പറയാ മുന്നോട്ട് കൊണ്ടുവരും, ചൂട്ടും പിടിച്ച് മുന്നോട്ട് നയിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ. അപ്പോ ഇവര് കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഠിക്കുന്നവന് കാശ് കൊടുക്കും. അതായത് പഠിക്കാൻ എന്താ പറയാ അത് ഓരോ വർഷം പുതുക്കി കൊണ്ടുപോകണം. അപ്പോൾ അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നവന് കിട്ടും. പിന്നെ അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഷത്തിൽ ഇങ്ങനെ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാശ് കൊടുക്കും. പിന്നെ കൂടാതെ സയൻസ് ക്യാമ്പുകളൊക്കെ ആയിട്ട് നടത്തും. അപ്പൊ തന്നെ താല്പര്യമുള്ളവന് എങ്ങനെ പോകണം എന്നുള്ളതൊരു ഐഡിയ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ KVPOന്റെ ശരിക്കും അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് താല്പര്യമുള്ളവരെ ഈ റിസർച്ച് അല്ലെങ്കിൽ ഗവേഷണം ഒരു കരിയറായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ എൻകറേജ് ചെയ്യാം. അതാണ് ശരിക്കും KVPOന്റെ ലക്ഷ്യം. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങളെ അവർക്ക് കിട്ടുള്ളൂ, എന്താ പറയാ അവർ പ്രൊവൈഡ് ചെയ്യാം. അപ്പോ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് റിസർച്ചൊക്കെ ആൾക്കാർ എത്തിക്കുക. അപ്പൊ അതിനനുസരിച്ചുള്ള ജോലി സാധ്യതകൾ അവര് എന്താ പറയാ അതിനു വേണ്ടിയുള്ള അവർ ഗൈഡ് ചെയ്യില്ല. അത് ആക്റ്റീവായിട്ടല്ല, എന്താ പറയാ ഒരു പരോക്ഷമായിട്ടുള്ള ഒരു ഗൈഡിങ് ആയിരിക്കും. അതായത് നമ്മൾ വേണ്ട ആളുകളെ അടുത്തേക്ക് അവര് ഒരു മുട്ടിക്കാനുള്ള ഒരു വകുപ്പ് അവർ ചെയ്തു വെക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രൊജക്ട് ചെയ്യാൻ പറഞ്ഞില്ലേ, അതിൽ തന്നെ ഏകദേശം ഈ റിസർച്ച് കരിയറായിട്ട് എടുത്ത ആളുകളുടെ കീഴിലായിരിക്കും നമ്മൾ പ്രൊജക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആശാനെ കണ്ട് നമ്മൾ നേരെ ശിഷ്യന്മാരും അതുപോലെ ആ ഒരു വഴിയിലേക്ക് എങ്ങനെ പോരണമെന്നൊരു ഐഡിയ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻസ് OMR ക്വസ്റ്റ്യൻസ്. തീർച്ചയായിട്ടും അത് മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും. OMR ആണ്, OMR അല്ല, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും എക്സാം. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും എക്സാം ഉണ്ടാവുക. വാട്ട് ഈസ് ദ ബെനിഫിറ്റ്സ് ID കാർഡ് ക്യാമ്പ്സ്? ഓക്കെ, ID കാർഡിനെ പറ്റി ഞാൻ പറയാൻ പറ്റും. ബെനിഫിറ്റിൽ പറഞ്ഞ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ്മെന്റ്, മറ്റൊന്ന് ക്യാമ്പ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ. അപ്പോ നാഷണൽ സയൻസ് ക്യാമ്പായിട്ട് വിജോഷി എന്ന് പറഞ്ഞ ക്യാമ്പ് ഉണ്ട്, നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ക്യാമ്പില് എന്താ പറയാ ഇന്ത്യക്ക് അകത്തുനിന്നും പുറത്തുള്ള കുറെ ശാസ്ത്രജ്ഞന്മാർ വന്നു കണ്ട് നമുക്ക് ക്ലാസ് എടുത്തു തരും. അവർ നമുക്ക് മനസ്സിലാവുന്ന കോലത്തില് ഓരോ കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് അവതരിപ്പിച്ചു തരും. അപ്പോ ആ ക്യാമ്പിൽ നിന്ന് തന്നെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ എങ്ങനെയാണ് റിസർച്ച് ഓരോ കാര്യങ്ങളിലും എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളതിനെ പറ്റി, അതായത് ഏതൊക്കെ ഫീൽഡിലാണ് ഇപ്പൊ നടക്കുന്നത്, അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അവർ തന്നെ തരുന്നില്ല ആ ക്യാമ്പിൽ നമുക്ക് അവർ ക്ലാസ് എടുത്ത് തരും. പിന്നെ ഇന്ത്യയിൽ നിന്ന് പല സ്ഥലത്തു നിന്നുള്ള കുട്ടികളൊക്കെ ആയിരിക്കും. അപ്പോ അത് വേറൊരു രസമാണ്, വേറൊരു എന്താ പറയാ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പാണ്. പിന്നെ അടുത്ത പറഞ്ഞൊന്ന് ID കാർഡ്. അത് KVPO വഴി നമ്മൾ ഫെലോഷിപ്പ് ഒക്കെ കിട്ടി തുടങ്ങിയാല് ആദ്യം നമ്മൾ കുറെ കാര്യങ്ങൾ അങ്ങോട്ട് KVPOക്ക് കുറെ ഫോമൊക്കെ അങ്ങോട്ട് തപാലായിട്ട് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കാണ്ട്. അപ്പൊ അത് കിട്ടി കഴിഞ്ഞാൽ അവർ തിരിച്ചു പിന്നെ നമ്മൾ കൊടുത്ത അഡ്രസ് എന്താ പറയാ നമ്മൾ എഴുതി അപ്ലൈ ചെയ്യുമ്പോൾ കൊടുത്ത അഡ്രസ്സിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് അഡ്രസ്സ് മാറ്റി കൊടുക്കാം. എന്തായാലും നമുക്ക് തിരിച്ച് അവരെന്തെങ്കിലും രജിസ്റ്റേർഡ് ആയിട്ട് അവര് അയക്കും. അതിലൊരു ID കാർഡ് ഉണ്ടാവും. അപ്പൊ ഈ ID കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലെ ലൈബ്രറിയിലേക്ക് ആക്സസ് ഉണ്ട്. ഈ ID കാർഡ് വെച്ച് നമുക്ക് ആ ലൈബ്രറി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാന ലാബുകൾ, അത് നല്ല വലിയ വലിയ റിസർച്ച് ലാബുകളിലെ ലാബ് ഫെസിലിറ്റി ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. നേരത്തെ പറഞ്ഞില്ലേ പ്രൊജക്ടിന്റെ കാര്യം, അവിടെ ഈ ID കാർഡിന് നല്ല യൂസ്ഫുൾ ആണ്. ഇന്ത്യയിലെ ഏത് എന്താ പറയാ ഏത് ക്യാമ്പസിലും നമുക്ക് ചെന്ന് അവരുടെ ലൈബ്രറി ഒക്കെ യൂസ് ചെയ്യാനുള്ള ഒരു ആക്സസ് ഈ ID കാർഡ് വെച്ച് നമുക്ക് കിട്ടും. പിന്നെ ക്വസ്റ്റ്യൻസ്, ഇപ്പൊ ഏത് ഫീൽഡാണ് റിസർച്ച്? ഞാൻ ഇപ്പോ 4th ഇയർ ആണ്. ഒരു റിസർച്ച് എന്ന് പറയാനായിട്ടില്ല, ഞാൻ കെമിസ്ട്രിയിലാണ് ഇപ്പോ ചെയ്തോണ്ട് എന്താ പറയാ എനിക്ക് താല്പര്യം. അപ്പൊ കെമിസ്ട്രിയില് ഞങ്ങളെ ക്യാമ്പസിലുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡില് വർക്ക് എന്താ പറയാ ടോപ്പിക്സിൽ റിസർച്ച് ചെയ്യുന്ന ആളുകളായിട്ട് സാർമാരായിട്ട് അവരുടെ ലാബിൽ ഇങ്ങനെ വർക്ക് ചെയ്യാറുണ്ട്. അപ്പൊ കഴിഞ്ഞ സമ്മറില് ഞാന് ഒരു ഓർഗാനിക് സിന്തസിന്റെ ഒരു ലാബില് ഒരു ഓർഗാനിക് എന്താ പറയാ ഒരു ടെട്രാസാക്രൈഡ് ഉണ്ടാക്കുന്ന ഒരു സാറിന്റെ കീഴിലായിരുന്നു. അത് ഒരു ഡ്രഗ് ഉണ്ടാക്കുന്നതാണ് അവരുടെ ഒരു വർക്ക്. അപ്പൊ അതില് ഞാന് വർക്ക് ചെയ്തിരുന്നത് ഒരു ടെട്രാസാക്രൈഡ് സിന്തസിസിന്റെ ഒരു ചെറിയൊരു ബ്ലോക്ക് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നിരുന്നത്. പിന്നെ ഈ സമ്മറിൽ ഞാന് എന്താ പറയാ അതുപോലെ ഒരു ഇനോർഗാനിക് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കുന്ന
ഇൻഓർഗാനിക് സിന്തസിസിന്റെ ഒരു വർക്ക് ഞാൻ ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കൊറോണ ആയതുകൊണ്ട് പറ്റിയില്ല. എന്തായാലും ഇനി ക്യാമ്പസിൽ ചെന്നിട്ട് പറ്റുകയാണെങ്കിൽ ലാബിലൊക്കെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കണം. പിന്നെ സാധാരണ പോലെ തന്നെ ഐസറില് ഞാൻ എന്താ പറയാ ഇപ്പൊ PGക്ക് പഠിക്കുകയാണ്. ഇപ്പൊ PG ലെവലായിട്ട് അപ്പൊ അതിൻ്റെതായ കുറെ കാര്യങ്ങളും ഉണ്ടാവും, പഠനങ്ങള് ബുക്ക് കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ലാബ് എന്താ പറയാ ഞങ്ങൾക്ക് ലാബുകളൊക്കെ കാര്യങ്ങള് യൂസ് ചെയ്യാൻ ഇപ്പൊ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഐസറിലായതുകൊണ്ട്. SA സ്ട്രീമിൽ സ്കോളർഷിപ്സ് എങ്ങനെ? SA സ്ട്രീമിലാണെങ്കിലും ഇതൊക്കെ എന്താ പറയാ, ഇത് നിങ്ങൾ എക്സാം എഴുതുന്നത് +1 +2 അല്ലെങ്കിൽ ഡിഗ്രി ഫസ്റ്റ് ഇയറിലാണ്. അപ്പോ സ്കോളർഷിപ്പുകളൊക്കെ കിട്ടുന്നത് +1 +2 പഠിക്കുന്നവർക്ക് അവർ ഡിഗ്രി ഈ ബേസിക് സയൻസിലുള്ള ഒരു ഡിഗ്രി ഗ്രാജുവേഷൻ കോഴ്സിന് ചേർന്നതിന് ശേഷമാണ്. അപ്പൊ അവര് ചേർന്നതിന് ശേഷം കോളേജിൽ ചേർന്നതിന് ശേഷം അവരൊരു ഫോം ഉണ്ട്. ആ ഫോം അയച്ചു തന്ന ഫോം പൂരിപ്പിച്ചിട്ട് കോളേജിൽ നിന്നൊക്കെ നമ്മുടെ ക്യാമ്പസിൽ നിന്നൊക്കെ അതിന് സീലൊക്കെ അടിച്ചിട്ട് വേണം അവർക്ക് തിരിച്ച് അയച്ചു കൊടുക്കാൻ. അപ്പോ ബാംഗ്ലൂരിലെ KVPYയുടെ IIScയിലുള്ള KVPYയുടെ സെന്ററിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടത്. പിന്നെ SB സ്ട്രീമിന്റെ പറയുകയാണെങ്കിൽ അവർ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് എക്സാം എഴുതിയത്. അപ്പോൾ ഫസ്റ്റ് ഇയർ കഴിയാൻ നേരത്ത്, അതായത് ഏപ്രിലൊക്കെ ആയിട്ട് അവർക്ക് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഒരു മെയിൽ വരും. ആ ഫോം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂരിപ്പിച്ചു കൊടുത്തിട്ട് അവർക്ക് സെക്കൻഡ് ഇയർ മുതലാണ് കാര്യങ്ങൾ എന്താ പറയാ ഫെലോഷിപ്പ് കാര്യങ്ങൾ കിട്ടി തുടങ്ങുന്നത്. +2 കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്നവർക്ക് ഓക്കെ എന്റെ കേസും അതുപോലെ തന്നെ ആയിരുന്നു. അപ്പോ ഞാനവിടെ ഫസ്റ്റ് ഇയർ ചെയ്യുന്ന സമയത്തായിരുന്നു. അപ്പൊ ഇപ്പത്തെ കേസിൽ എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഇപ്പത്തെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയപ്പോ അതിന് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. എന്തായാലും ഇപ്പത്തെ കാര്യങ്ങളിൽ ചെറിയ വ്യത്യാസമുണ്ട്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കി. നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാൽ, ഹാവ് യു അറ്റൻഡഡ് എനി കോച്ചിങ് പ്രോഗ്രാം ഫോർ KVPY? KVPYക്കായിട്ട് പ്രത്യേകമായിട്ട് കോച്ചിങ് പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഈ അഡ്വാൻസിന് വേണ്ടിയിട്ടൊന്ന് കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്റർവ്യൂവിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ സീനിയേഴ്സിന്റെ അടുത്തും ചെറിയൊരു കോച്ചിങ് ടിപ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ വർഷം +2 കഴിഞ്ഞു, ഇനി KVPY എഴുതാൻ നിങ്ങൾക്കുള്ളതാണ് SB സ്ട്രീം. ഓക്കെ, എത്ര പേർക്ക് ഫെലോഷിപ്പ് കിട്ടും ഇനി 1 ഇയർ നമ്മൾ നേരത്തെ പറഞ്ഞു. അതൊരു വേരിയേഷൻ ഉള്ള കേസാണ്. എന്തായാലും ഒരു 80 മുതൽ 150 വരെ അതിൽ വ്യത്യാസം വരും. അത് ഓരോ സ്ട്രീമിൽ നിന്നും 80 മുതൽ 150 വരെ വ്യത്യാസമുണ്ട്. ചില വർഷങ്ങൾ കുറെ പേര് എടുത്തിട്ടുണ്ട്, ചില വർഷങ്ങൾ വളരെ കുറച്ച് പേര് എടുത്തിട്ടുള്ളൂ. റിപ്പീറ്റിന് SB സ്ട്രീം അപ്ലൈ ചെയ്യാൻ പറ്റും. റിപ്പീറ്റേഴ്സിന് ഇപ്പത്തെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് നോക്കേണ്ടി വരും. കാരണം ഇപ്പോ അഡ്മിഷൻ ഒന്നും പലയിടത്തും ആയിട്ടില്ല. ഇപ്പൊ എങ്ങനെയാണെന്ന് ഇപ്പത്തെ അവസ്ഥ അറിയില്ല. ഒന്ന് നോക്കേണ്ട. അത് അപ്ലൈ ചെയ്യുമ്പോൾ അവര് എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്ന് ഞാൻ എന്താ പറയാ നോക്കിയിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. പാരാമെഡിക്കൽ കോഴ്സസ് ചെയ്താൽ KVPY എഴുതാൻ പറ്റും. KVPY എഴുതുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇത് +1 +2 പഠിക്കുന്ന സമയത്താണ് നമ്മൾ കാര്യമായിട്ട് എഴുതുന്നത്. പിന്നെ ഫെലോഷിപ്പ് കിട്ടാൻ എന്താ വേണ്ടെന്ന് വെച്ചാല്, ഫെലോഷിപ്പ് കിട്ടാൻ നമ്മൾ ഈ ഡിഗ്രി ബേസിക് BSc കോഴ്സുകൾ പഠിക്കണം. സാർ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എത്ര പ്രാവശ്യം എഴുതാം? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 3 പ്രാവശ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ +1 +2 പിന്നെ ഡിഗ്രി ഫസ്റ്റ്. ഒരു ഡൗട്ട്. ഓക്കെ, BSc ബേസിക് സയൻസ് എന്ന് പറയുന്നതല്ല. അപ്പൊ നമ്മൾ ഈ പാരാമെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സ് ഒക്കെ BSc ആണല്ലോ തുടക്കം. BSc എന്ന് പറഞ്ഞാൽ ബേസിക് സയൻസ് ആണല്ലോ. അപ്പൊ ആ BSc ഉള്ള കോഴ്സുകൾ ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ഇയർ ആകുന്ന സമയത്ത് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതെ, BSc കോഴ്സുകളാണെങ്കിൽ പറ്റും. അപ്പൊ BSc പാരാമെഡിക്കൽ കോഴ്സുകൾക്കും പറ്റുമോ? BSc പാരാമെഡിക്കൽ കോഴ്സുകൾ ഉദ്ദേശിച്ചത് അത് BS എന്ന് വെച്ചിട്ടായിരിക്കുമല്ലോ. BSMLT അല്ലല്ല, BSc ഒപ്റ്റോമെട്രി, അതേപോലെ BSc MLT, BSc നഴ്സിംഗ് ഒക്കെ ഉണ്ടല്ലോ. അത് പറ്റില്ല, കാരണം ബേസിക് സയൻസിലുള്ളതായിരിക്കണം. അപ്പൊ BSc കെമിസ്ട്രി, ഫിസിക്സ്, ബയോ, മാത്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് അതിന്റെ ഒരു ലിസ്റ്റ് എന്താ പറയാ KVPY അവരുടെ സൈറ്റിൽ പറയുന്നുണ്ട്. അപ്പൊ ആ കോഴ്സിലുള്ളവർക്കേ പറ്റുള്ളൂ. വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, സെലക്ഷൻ കിട്ടാൻ റാങ്ക് എത്ര വേണം എന്നുള്ളത് പറഞ്ഞിരുന്നോ? അത് സെലക്ഷൻ കിട്ടാൻ റാങ്ക് അതിപ്പോ ശരിക്കും ഞാൻ പറഞ്ഞല്ലേ, സെലക്ഷന് ഓരോ വർഷം സെലക്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം നല്ല വ്യത്യാസം. പ്രത്യേക റാങ്ക് എന്ന് പറയാൻ കഴിയില്ല. പിന്നെ ഇതുവരെയുള്ള കേസ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു കൂടെ.
അപ്പൊ രണ്ടിന്റെയും കൂടെ മാർക്ക്, അതായത് ഫസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരുടെ എന്താ പറയാ ടെസ്റ്റിലെ മാർക്കും കൂടെ പരിഗണിക്കും. ഓക്കെ ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് BSc മൈക്രോബയോളജി അത് കിട്ടിയാണെങ്കിൽ എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. മൈക്രോബയോളജി അതെനിക്കൊന്ന് അന്വേഷിക്കേണ്ട കാര്യമാണ്. കാരണം അതിനെപ്പറ്റി എനിക്കൊരു ഉറപ്പ് പറയാൻ കഴിയില്ല. ഓക്കെ. സാറിനോട് ചോദ്യത്തിനുള്ളത് ഉത്തരം ഞാൻ അന്വേഷിച്ച് പറയാം. ഗ്രൂപ്പില് ഒന്ന് എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ. അതേപോലെ സാറിനോട് ഇന്റർവ്യൂവിൽ ചോദിച്ച കുറച്ച് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് പറയാമോ? ഇന്റർവ്യൂവിൽ ചോദിച്ചത്, ഇന്റർവ്യൂവിന് എന്താ പറയാ, ഫസ്റ്റ് നമ്മൾ സെലക്ടഡ് ആയാല് KVPY സൈറ്റിൽ ഒരു ഫോം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ ഫോം ഡൗൺലോഡ് ചെയ്ത് എന്താ പറയാ നമ്മൾ പൂരിപ്പിച്ച് കൊണ്ടുവരണം ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത്. അപ്പോ ആ ഫോമിൽ എന്താ പറയാ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ചോദിക്കുന്നു. ഇതിന്റെ ബേസിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു നോക്കുക. അപ്പോ ഞാൻ കെമിസ്ട്രി ആയിരുന്നു ഫസ്റ്റ് ചോയ്സ് കൊടുത്തത്. സെക്കൻഡ് പ്രിഫറൻസ് ഞാൻ കൊടുത്തില്ല, കാരണം എനിക്ക് ബാക്കി ഉള്ളതെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പൊ ആദ്യം കെമിസ്ട്രിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. അതിലൊന്ന് ചോദിച്ചത് വാട്ടർ, അതുപോലെ എന്താ പറയാ ഒന്ന് അസിഡിറ്റിയുടെ ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിൽ ഒരു അസിഡിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. പൈസറിന്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെങ്കിലും അസിഡിറ്റി ബേസിറ്റി കമ്പാരിസണിന്റെ ഒരു ക്വസ്റ്റ്യന് ഇതുവരെ വന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിലെല്ലാം ഉണ്ട്. കെമിസ്ട്രിയിൽ മിക്കവാറും ആ ഒരു ഭാഗത്തുനിന്ന് ഒരു ചോദ്യം വരാറുണ്ട്. ഏതാണ് മോർ അസിഡിക്, ഏതാണ് ഒരു അസിഡിറ്റിയുടെ ഓർഡർ, ബേസിറ്റിയുടെ ഓർഡർ, ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതിന് എക്സ്പ്ലനേഷൻ ആണ് അത് ചോദിച്ചത്. ആദ്യം അവർ എന്താന്ന് ചോദിക്കും, അതിനുശേഷം എക്സ്പ്ലനേഷൻ ചോദിക്കും. പിന്നെ ഒരു ചോദ്യം ചോദിച്ചത് KMnO4ന്റെ കളറിന് കാരണം. അത് DD ട്രാൻസിഷൻ അല്ല, കാരണം KMnO4 D0 കോൺഫിഗറേഷൻ ആണ്. അപ്പൊ അതിനുള്ള സംഭവം, ആ കാരണമായ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ആദ്യം കൊടുത്ത്. പിന്നെ അവരെന്താ ഫിനോമിനന്റെ പേര് ചോദിച്ചപ്പോ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, അത് കഴിഞ്ഞാൽ അവർ സെക്കൻഡ് പ്രിഫറൻസ് ചോദിക്കും. അതായത് ഒരു അടുത്തൊരു ടോപ്പിക്കിൽ നിന്ന് കാര്യങ്ങൾ ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു സബ്ജക്ട് എനിക്ക് ചൂസ് ചെയ്യാൻ കഴിയില്ല, ഒരു സെലക്ഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചോളി എന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ച ചോദ്യം ഈ ഇൻസെക്റ്റുകള് വലിയ സൈസിൽ, അതായത് മീറ്റർ സൈസിൽ കാണില്ല, അതിനുള്ള ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിരുന്നു. ചോദ്യം കേട്ടപ്പോ ആദ്യം പതറിപ്പോയി. പക്ഷെ എന്റെ സാറ് പറഞ്ഞ പോലെ, അതേപോലെ സീനിയേഴ്സ് ഒക്കെ എനിക്ക് ചെറിയൊരു കോച്ചിങ് എന്ന പോലെ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങ് തുടങ്ങുക എന്നുള്ളതില്ല. അപ്പൊ ഞാൻ അങ്ങനെ തുടങ്ങിയപ്പോ അവസാനം എന്താ പറയാ കുറച്ച് ഞാനങ്ങ് തുടങ്ങി, പിന്നെ കൂടെ അവരും ഒരു ഹെൽപ്പ് ചെയ്യാൻ, എന്താ പറയാ നമ്മൾ തുടങ്ങുമ്പോ അവരും വരും. അങ്ങനെ അങ്ങനെ അവസാനം അതിനുള്ള ഉത്തരം പറഞ്ഞ് ഇന്റർവ്യൂ ഞാൻ ചോദിച്ച ചോദ്യങ്ങളിൽ ഒരു ക്വസ്റ്റ്യൻ ഒഴികെ ബാക്കി എല്ലാത്തിനും നന്നായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ പറഞ്ഞ പോലെ KMnO4ന്റെ കളറിന്, അതിന്റെ ആ ഫിനോമിനന്റെ പേര് എനിക്ക് അന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പേര് സംഭവം ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ ആണ്. അത് MnO4ലെ ഓക്സിജനിന്ന് ഒരു ഇലക്ട്രോണ് Mnലേക്ക് പോകുന്ന അതാണ്. പിന്നീട് അതായത് ഓക്സിജന്റെ പി ഓർബിറ്റലും എന്താ അതേപോലെ Mnന്റെ ഡി ഓർബിറ്റലും തമ്മിലാണ് ശരിക്കും അവിടെ ട്രാൻസിഷൻ നടക്കുന്നത്. ഏതാ ആൻസർ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുള്ള അതായത് ഹയർ സൈസിൽ ഇൻസെക്റ്റുകൾ കാണാത്തത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാല്, നമ്മള് ഇൻസെക്റ്റുകളെ കാണാത്തത് കാരണം ഇൻസെക്റ്റുകൾ നമ്മുടെ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ വോളിയം അതുപോലെ സർഫസ് ഏരിയ അത് നോക്കുകയാണെങ്കിൽ വോളിയം കൂടുന്തോറും വോളിയം സർഫസ് ഏരിയ റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ പറയാ ഈ വോളിയം ബൈ ഏരിയ കർവ് വരച്ചു നോക്കുകയാണെങ്കിൽ അത് ഒരു കർവ് എന്താ പറയാ ഇൻക്രീസിങ് ആണ്. പക്ഷെ അതിങ്ങനെ കൂടുന്തോറും ആ ഒരു ഏരിയ ഒരു സാച്ചുറേഷൻ വരുന്ന പോലെയാണ്. അപ്പോ ഈ വലിയ സൈസിലുള്ള ഇൻസെക്റ്റുകൾ വന്നാല് അതിനൊന്നും എന്താ പറയാ സർഫസ് ഏരിയ അത്രക്ക് ഉണ്ടാവില്ല മറ്റുള്ള ചെറിയ ഇൻസെക്റ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ. അതായത് വോളിയം ബൈ ഏരിയ സൈസ് റേഷ്യോ അത് വോളിയം കൂടുതോറും കുറയും. പിന്നെ എന്തുകൊണ്ടാണ് ഏരിയ എന്ന് പറയാൻ കാരണം ഓക്സിജൻ ഇൻടേക്ക് അത് ഏരിയക്ക് പ്രൊപ്പോർഷണൽ ആണ്. അപ്പോ വലിയ ഇൻസെക്റ്റുകൾക്ക് ഓക്സിജൻ ഡെഫിഷ്യൻസി നന്നായിട്ടുണ്ടാവും, അതുകൊണ്ടാണ്. ഓക്കെ. അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ, ടെസ്റ്റിൽ റഫ്ലി എത്ര പെർസെന്റേജ് വേണം
എത്ര എക്സാമിന് എത്ര പെർസെന്റേജ് മാർക്ക് എത്ര വേണം എന്നായിരിക്കും ഉദ്ദേശിച്ചത്? അത് സോറി കേട്ടോ, അത് ഞാൻ അതിനെ പറ്റി ശരിക്കും അനലൈസ് ചെയ്തിട്ടില്ല, എനിക്ക് കറക്റ്റ് അറിയില്ല അതിനെ പറ്റി. എന്തായാലും ജനറൽ ആയിട്ടുള്ള പോലെ തന്നെ എത്രത്തോളം കിട്ടുന്നോ അത്രത്തോളം മെച്ചം. ഓക്കെ, 8th 9th ഒക്കെ പഠിക്കുന്ന കുറച്ച് കുട്ടികൾ സാറോടൊപ്പം ഇപ്പൊ ഈ ഒരു സെഷൻ കേൾക്കുന്നുണ്ട്. അവരോട് എന്താണ് സാറിന് പറയാനുള്ളത് എന്ന് പറഞ്ഞാല്, നമ്മൾ എന്ത് കാര്യം കണ്ടാലും അതിന് പിന്നിലുള്ള റീസൺ അല്ലെങ്കിൽ തത്വം എന്താണ്, ബേസിക് തത്വം പ്രിൻസിപ്പിൾ എന്താന്നുള്ളത് മനസ്സിലാക്കി അത് റിലേറ്റ് ചെയ്ത് ചോദിക്കുക. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇന്റർവ്യൂവില് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഏകദേശം അതുപോലെയുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസെക്റ്റുകളുടെ ഒരു കാര്യം പറഞ്ഞില്ലേ, കാരണം ഈ ഞാൻ അടുത്ത് കേട്ടത് വലിയൊരു മീറ്റർ ഒരു മീറ്റർ ഒക്കെ ഉള്ള ഒരു ഇൻസെക്ട് ഉണ്ടായിരുന്നു അത്ര. പക്ഷെ അതിനെന്താ പറയാ, അതിന്റെ ശരീരത്തിലെ അതിന് ഫോസിൽ കിട്ടിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ അതിന്റെ ശരീരത്തിൽ ഫോസിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ അതിന് ഓക്സിജന്റെ കുറവ് നന്നായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഉണ്ടായിരുന്നു അത്ര. പിന്നെ വേറൊരു കാര്യം കൂടെ, സെല്ലിനും ഇതുപോലെ തന്നെയാണ്. സെല്ലുകള് അതും അധികം സൈസ് കൂടാൻ പാടില്ല. സെല്ലിനും അധികം സൈസ് കൂടിയാൽ അതിന് ഓക്സിജൻ ആ സെല്ലിലേക്കും എത്തില്ല. അതുപോലെ ഓക്സിജൻ മാത്രമല്ല മറ്റു കാര്യങ്ങളും സെല്ലിന്റെ ഉള്ളിലേക്കും പുറത്തേക്കുള്ള കാര്യങ്ങൾ പോകാനുള്ളത് എന്താ പറയാ, സെല്ലിന് ഉപയോഗിക്കാൻ മാത്രമുള്ള ഇത് കിട്ടില്ല. അപ്പോ ചെറിയ സെല്ലിനും എന്താ പറയാ, സെല്ലിന് എപ്പോഴും ഒരു മൈക്രോമീറ്റർ റേഞ്ച് തന്നെ, അതൊരിക്കലും ഒരു മില്ലിമീറ്റർ റേഞ്ചിലേക്ക് വന്ന ഒരു മില്ലിമീറ്റർ ഉള്ള സെല്ലാണെങ്കിൽ അത് പെട്ടെന്ന് നശിച്ചു പോകും. അതുപോലെ തന്നെ നമ്മൾ എന്ത് അപ്പൊ ഒന്നും കൂടെ തിരിച്ചു വരാം. 8th 9th ഉള്ളവരോട് നിങ്ങൾ എന്ത് കാണുന്നോ, നിങ്ങൾക്ക് എന്ത് ക്യൂരിയസ് ആയിട്ട് തോന്നുന്നുണ്ടോ, അതിന്റെ പിന്നിലുള്ള റീസൺ എന്താന്ന് എപ്പോഴും കണ്ടെത്താൻ ശ്രമിക്കുക. എപ്പോഴും റീസൺ അത് വെച്ച് കണ്ട് അടുത്തൊരു സ്റ്റെപ്പ് ഒരു ചോദ്യം എന്താ പറയാ വന്നാല് അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയണം. ഞാൻ സെല്ലിന്റെ കാര്യം നിങ്ങൾക്ക് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആർത്രോപോഡന്റെ കേസ് പറഞ്ഞില്ലേ, അതായത് ഇൻസെക്റ്റിന്റെ, അതില് സെല്ലിന്റെ ഒരു കാര്യം ഞങ്ങൾക്ക് ബയോന്റെ ഒരു ക്ലാസ്സിൽ സാറ് പറഞ്ഞു തന്നെ. അപ്പോ ഒരിക്കലും പെട്ടെന്ന് അവസാനം അത് ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോ സാറുമാരും അന്ന് ഇന്റർവ്യൂ പാനലിലുള്ളവരും പറഞ്ഞു തുടങ്ങിയപ്പോ പിന്നെ അവസാനം എനിക്കിത് ഞാൻ മുമ്പ് പഠിച്ചത് ഓർമ്മ വന്നു. അപ്പൊ പിന്നെ ഇത് രണ്ടും കൂടെ റിലേറ്റ് ചെയ്ത് പറഞ്ഞു. ഇപ്പോഴും പഠിച്ച കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിച്ച കാര്യം അതിനോട് മാത്രമായിട്ട് നിർത്തരുത്. ഇത് കുറച്ചും കൂടെ എന്താ പറയാ ബ്രോഡായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കണം. അവിടെയാണ് ഒരു സയന്റിസ്റ്റിന്റെ വിജയം. ഓക്കെ, ഒരു ഡയറക്റ്റ് KVPO ആയിട്ട് ബന്ധമുള്ള ക്വസ്റ്റ്യൻ തോന്നുന്നില്ല. ഹൗ ഷുഡ് വി സ്പെൻഡ് എ ഇയർ ഫോർ നീറ്റിൽ നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യണം ഒരു വർഷം എന്നാണ് ചോദ്യം. നീറ്റിന്റെ കാര്യം എനിക്ക് ശരിക്കും പറയാൻ കഴിയില്ല. പിന്നെ എനിക്ക് കേട്ടിട്ടുള്ള ഒരു അനുഭവം വെച്ചാണെങ്കിൽ നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. അത് എന്താ പറയാ, നന്നായിട്ട് ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് പഠിക്കണം. അത് എല്ലാ എന്താ പറയാ എക്സാമിന് വേണ്ടിയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കാര്യം തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിസർച്ചിലെ എന്താണ് ഭാവി റിസർച്ചിന്റെ എന്നാണ് ചോദ്യം. റിസർച്ചിൽ ഭാവി എന്ന് പറഞ്ഞാല് കാര്യമായിട്ട് നമ്മൾ അവസാനം അൾട്ടിമേറ്റ് ആയിട്ട് ഒരു ജോലി എന്നുള്ളതാണ്. അപ്പോ റിസർച്ചിൽ ജോലി എന്ന് പറയുകയാണെങ്കിൽ നമ്മള് റിസർച്ച് ലാബുകളിൽ ചെല്ലുമ്പോൾ ലാബുകളിൽ റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫണ്ടിങ് ഉണ്ടാവും. അത് ചിലപ്പോൾ ഗവൺമെന്റ് തന്നെ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ശമ്പളം കിട്ടുന്ന പോലെ തന്നെ ഓരോരുത്തർ തന്നെ എന്താ പറയാ ഗവൺമെന്റ് ആ ലാബിലുള്ളവർക്ക് പൈസ കൊടുക്കും. അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനികളൊക്കെ ആയിട്ട് ഏകദേശം പല കമ്പനികൾക്കും ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ട്. അപ്പോ റിസർച്ച് ചെയ്യുന്ന പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലേ KVPY, അതുപോലെ എന്താ പറയാ JRF അതായത് PhD പഠിക്കുന്നവർക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ മാസം 30,000 രൂപയോളം കിട്ടുന്ന ഒരു പരിപാടിയാണ് JRF നെറ്റ്. അപ്പോ റിസർച്ച് ചെയ്യുന്നവർക്ക് തുടങ്ങുമ്പോ തന്നെ ഇത് കിട്ടുന്നുണ്ട്. മാസം പഠിക്കുന്നവർക്ക് എന്താ പറയാ 30,000 രൂപയോളം കിട്ടുക പറയുന്നത്. അപ്പോ റിസർച്ചില് പഠിക്കുന്നവർ നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓരോ എന്താ പറയാ ചിലത് പ്രൈവറ്റ് ആയിട്ടുള്ള വരുന്നുണ്ട്, ഓരോന്നും നമുക്ക് സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ജോബ് ഓഫേഴ്സ് എവിടെയൊക്കെ ഉണ്ടാവുന്ന വെച്ചാല് റിസർച്ച് എവിടെയൊക്കെ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് എന്താ പറയാ റിസർച്ച് താല്പര്യമുള്ളവർക്ക് ഉണ്ടാവും. അത് ISRO ആവാം, IISc ആവാം, അല്ലെങ്കിൽ നാഷണൽ കെമിക്കൽ ലബോറട്ടറിയുടെ ഞങ്ങളെ ഇതിന്റെ അടുത്ത് പൂനെയിൽ തന്നെ ഞങ്ങളുടെ ക്യാമ്പസിന്റെ തൊട്ടടുത്ത് തന്നെ
മതിലിന്റെ അപ്പുറം നാഷണൽ കെമിക്കൽ ലബോറട്ടറി. അവിടെ റിസർച്ചുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പിന്നെ കുറെ മരുന്ന് കമ്പനികൾ ഉണ്ടാവുമല്ലോ, അവർക്കെല്ലാം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ടാവും. പിന്നെ ആയുധ കമ്പനികൾ, എന്താ പറയാ, നമ്മുടെ മിലിറ്ററിയില് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ട്, അവിടെ വരുന്നുണ്ട്. അതൊക്കെ തന്നെ റിസർച്ച്. എന്താ പറയാ, റിസർച്ച് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മളാർക്കും അധികം പെട്ടെന്ന് കേൾക്കാത്തൊരു മേഖലയാണ്. എന്താ പറയാ, ഇവിടെ ചെറിയ പിള്ളേരാന്ന് കൊച്ചാക്കല്ല, എന്തായാലും ഹൈസ്കൂളിലുള്ളവര് നിങ്ങളെന്താ പറയാ സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ തീർച്ചയായും പറ്റുന്ന ഒരു മേഖലയാണ്. പഠനം തന്നെ ഒരു പണിയായിട്ട്. ഓക്കെ. ഐസർ IISc ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പോലെയുള്ള തുടങ്ങിയ സ്ഥാപനങ്ങളിൽ പഠിച്ച ശേഷം എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റി ആണ് ഉള്ളത്? ഓക്കെ, ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുകയാണെങ്കിൽ ചില, ഞാൻ കെമിസ്ട്രിന്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ചില മരുന്ന് കമ്പനികൾ, അപ്പൊ അവിടെ എന്താ പറയാ അവരുടെ റിസർച്ച് കാര്യങ്ങളില് ഇപ്പൊ മരുന്ന് കമ്പനികള് ഒരു ഉദാഹരണം പറഞ്ഞതാണ്, അതുപോലുള്ള കമ്പനികൾ നമ്മളെ എടുക്കും ജോലിക്ക്. പിന്നെ മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ഭാഗം പേരും PhDക്ക് പോകാനാണ്. PhDക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങോട്ട് സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങൾ കിട്ടും. നമുക്ക് ശമ്പളം എന്ന് പറയില്ല, അത് സ്കോളർഷിപ്പ് എന്ന് പറയില്ലേ. സ്കോളർഷിപ്പ് ഒരു ജോലിക്ക് ശമ്പളം കിട്ടുന്ന അതിനനുസരിച്ചുള്ള അത്രയ്ക്ക് അമൗണ്ടിൽ സ്കോളർഷിപ്പ് കിട്ടും. പിന്നെ ഐസർ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒന്നും ഐസറില്, ഞാൻ പഠിക്കുന്ന ഐസറിൽ ഇല്ല. ഒരു 10th സ്റ്റുഡന്റിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് എനിക്ക് 11th കാര്യങ്ങൾ പഠിക്കാൻ ഇപ്പൊ തന്നെ പറ്റിയെങ്കിൽ തുടങ്ങിക്കും, നല്ലതാണ്. എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ സർക്കിളിൽ നിൽക്കാതെ എന്താ പറയാ എക്സ്പാൻഡ് ചെയ്ത് പോകണം, അതുകൊണ്ട് വ്യാപിച്ച് അങ്ങ് പോകണം. അപ്പോഴ ശരിക്കും അതെ ആ ഒരു കാര്യമാണ്. SA സ്ട്രീമിൽ കിട്ടാന് നിങ്ങൾ +1 മൊത്തം പഠിക്കണം, എന്നാലേ SA സ്ട്രീമിൽ കിട്ടുള്ളൂ. SB സ്ട്രീമിൽ SX കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അതേസമയം എന്താ പറയാ +2 സിലബസ് മൊത്തം കവർ ചെയ്യാൻ പറ്റിയ അവർക്ക് എന്ത് ചെയ്യും KVPY കിട്ടും. അതിന് നിങ്ങൾക്ക് എന്താ പറയാ അത്രത്തോളം നിങ്ങൾ സ്കിൽഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ KVPYക്ക് വേണ്ടത് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് എന്താ പറയാ മുന്നോട്ട് കയറി പഠിക്കണം. ആ ഒരു പോയിന്റ് ഞാൻ പറയാൻ വിട്ടുപോയതാ. മുന്നോട്ട് കയറി നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് അത് മെച്ചായിരിക്കും. വേറൊരു ക്വസ്റ്റ്യൻ, ISRO പോലുള്ള സ്ഥാപനങ്ങൾ, അതേപോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റി വേറെ എവിടെയൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് റിസർച്ച് എവിടെയൊക്കെ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ എന്താ പറയാ റിസർച്ച് താല്പര്യങ്ങളുള്ളവർക്കുണ്ട്. അത് എവിടേക്കാന്ന് നോക്കുകയാണെങ്കിൽ അത് ഒന്ന് ISRO നമ്മൾ എപ്പോഴും കേൾക്കുന്ന പേരായതുകൊണ്ടാണ്. പിന്നെ നാഷണൽ കെമിക്കൽ ലബോറട്ടറി, പിന്നെ നമ്മുടെ നാട്ടിലുള്ള NIT ഉണ്ട്, പിന്നെ കുസാറ്റ്, അവിടെയൊക്കെ കുറെ റിസർച്ച് വർക്കുകൾ നടത്തുന്നു. കേരളം ഇന്ത്യയിൽ എടുത്തു നോക്കുമ്പോൾ വളരെ ചെറുതായതുകൊണ്ടാണ് നമുക്ക് ഇത്ര സ്ഥാപനങ്ങളുടെയൊക്കെ എണ്ണം കുറവായിട്ടുള്ളത്. പക്ഷെ പുറത്തു നോക്കുകയാണെങ്കിൽ ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളാണ്. ഇങ്ങനെ കുറെ റിസർച്ച് നടക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, അവിടുത്തെ ലാബുകളിൽ നമുക്ക് വർക്ക് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ കമ്പനികൾക്കൊക്കെ എന്താ പറയാ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കൊടുക്കുന്നുണ്ടാവും. അതിൽ റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ളവരെയാണ് എടുക്കുന്നത്. അതാ കമന്റിൽ ഇട്ടിട്ടുണ്ടല്ലോ കുറെ സ്ഥാപനങ്ങൾ, ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ, ISRO, NCL നാഷണൽ കെമിക്കൽ ലബോറട്ടറി, പിന്നെ IIT NIT, അവിടെ എല്ലാ IITകളിലും NITകളിലും റിസർച്ച് വർക്കുകൾ നന്നായിട്ട് നടക്കുന്നുണ്ട്. NCCR അങ്ങനെ ഓരോ സംഭവങ്ങൾ. ഓക്കെ, ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ലാംഗ്വേജ് സ്കിൽഡ് അത്യാവശ്യമാണോ? ലാംഗ്വേജ് ഇന്റർവ്യൂ ഒക്കെ ലാംഗ്വേജ് ഇംഗ്ലീഷിൽ മാത്രമാണോ ചോദിക്കുന്നതെന്നാണ്. ഇന്റർവ്യൂവിന് ഇംഗ്ലീഷ് മാത്രമാണ്, അത് പേടിക്കൊന്നും വേണ്ട. നിങ്ങള് സാർ ഇംഗ്ലീഷിൽ ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാല് അത് നിങ്ങൾ എങ്ങനെ മറുപടി പറയും? അതുപോലെ മതി. സാർ വാട്ട് ഈസ് ദിസ് എന്ന് വെച്ചാല് ദിസ് ഈസ് ദാറ്റ് എന്ന് പറയാനുള്ള ആ ഒരു ഇംഗ്ലീഷ് അത്ര മതി. നമ്മളൊരു പ്രസംഗം നടത്താനുള്ള പോലെ ഒന്നും. പിന്നെ ഞാൻ ഇപ്പൊ സംസാരിക്കുന്ന അതുപോലെ തന്നെ അതുപോലെയുള്ള ഒരു ഇന്ററാക്ഷൻ തന്നെ ആയിരിക്കും അവിടെ നടക്കുന്നത്, ഇന്റർവ്യൂവിന് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇംഗ്ലീഷൊക്കെ എന്താ പറയാ 4 പേര് വട്ടം കൂടി ഇംഗ്ലീഷ് പറഞ്ഞ പഠിയാനുള്ളതേ ഉള്ളൂ. ഞാനെന്താ പറയാ ഒരു മലയാളം മീഡിയം സ്കൂളിൽ തന്നെ പഠിച്ചു വന്നത്. ഇപ്പൊ ഐസറിൽ 2-3 വർഷം നിന്നപ്പോ തന്നെ ഏകദേശം ഇംഗ്ലീഷിലൊന്ന് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് വേണ്ട കാര്യങ്ങള് എന്ന് പറയാൻ കഴിയുന്ന പോലത്തിലേക്ക് എങ്കിലും ഞാൻ എത്തിയിട്ടുണ്ട്.
ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. ആസ് എ 10th ഇയർ സ്റ്റുഡന്റ്, വാട്ട് ഡു ഐ നീഡ് ടു ഡു ഫോർ ദിസ്? എങ്ങനെയാണ് 10 കഴിഞ്ഞ ശേഷം ഇതിനുള്ള പ്രിപ്പറേഷൻസ് എങ്ങനെ നടത്തണം? അതേ 10th കഴിയാൻ നിൽക്കണ്ട, ഇപ്പൊ തന്നെ തുടങ്ങിക്കോ. നിങ്ങൾക്ക് 10ാം ക്ലാസ് പഠിക്കുമ്പോ തന്നെ +1 കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയാല് അത് നിന്റെ വിജയം. അങ്ങനെ അഡ്വാൻസ് ആയിട്ട് പഠിക്കാൻ കഴിയുന്നവർക്ക് തന്നെയാണ് റിസർച്ചിൽ മുന്നേറാൻ കഴിയുക. ഓക്കെ, അതിനുശേഷം എക്സാം വരുമ്പോ അപ്ലൈ ചെയ്യാം. അതെ, എക്സാമിന് നമ്മൾ കാത്തു നിൽക്കാൻ നിൽക്കരുത്. പഠിക്കാൻ നമ്മൾ എക്സാം വരാൻ കാത്തു നിൽക്കരുത്. അതിന് മുമ്പേ പഠിച്ചങ്ങ് പോകണം. 10 ഇപ്പൊ തന്നെ എനിക്ക് നേരത്തെ തന്നെ 10 എല്ലാം പഠിച്ചു തീർന്ന് +1 എനിക്ക് പഠിക്കാൻ കഴിയുമെങ്കിൽ 10 മൊത്തം സിലബസ് എല്ലാം SS ഒക്കെ പാടെ പഠിക്കണം എന്നല്ല, എനിക്ക് താല്പര്യമുള്ള വിഷയത്തിൽ നമുക്ക് താല്പര്യമുള്ള വിഷയം അതിൽ നമുക്ക് നന്നായിട്ട് അങ്ങ് എത്രത്തോളം മുന്നിൽ പഠിക്കാൻ കഴിയുന്നു അത്രത്തോളം നല്ലതാ. കാരണം ഞാൻ KVPയുടെ ലെവൽ 2 ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ, അത് കുറച്ചും കൂടെ എന്താ പറയാ ഗഹനായിട്ട് നന്നായിട്ട് ഇരുന്ന് പഠിച്ചവർക്ക് ചെയ്യാൻ, അവർക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതെ, തീർച്ചയായിട്ടും. കാരണം എന്നെ പഠിപ്പിക്കുന്ന സാർമാരെല്ലാം റിസർച്ചിൽ പണിയാക്കിയ വ്യക്തികളാണ്. ലാബ് അസിസ്റ്റന്റ് ജോബ് ഉണ്ട്. അതെ, നമ്മുടെ നാട്ടിലെ ലാബ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഉദ്ദേശിച്ച് നമ്മൾ +2 കണ്ട ലാബ് അസിസ്റ്റൻസ് മാതിരിയല്ല. വലിയ വലിയ ലാബുകളാവുമ്പോൾ അതിനനുസരിച്ച് വർക്ക് ചെയ്ത ആളുകൾ തന്നെ വേണം. അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയാ വലിയ എന്താ പറയാ പറഞ്ഞ പോലെ തന്നെ വലിയ സംഭവങ്ങളാവുമ്പോൾ അതിനനുസരിച്ച് അത് കണ്ടും കേട്ടും ശീലിച്ചവർ തന്നെ വേണ്ടേ. ഇപ്പൊ വലിയ റിസർച്ച് ലാബുകളിലേക്ക് ഇതുപോലെയുള്ള ആളുകൾക്ക് ജോലി ഉണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ സാർമാര് അവര് റിസർച്ച് ഒരു പണിയാക്കി എടുത്തത് ആളുകൾ. പിന്നെ ഹലോ ഹലോ, എനിക്ക് ചോദിക്കാനുള്ളത് വെച്ചാല് ഇപ്പൊ ഒരു 3 മാസം ഉണ്ടാവുമല്ലോ ടൈം ഇപ്പോ. അതെ. അപ്പോ അതിന്റെ ഇടയിലൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മെത്തേഡ്, അതായത് NCERT പ്രിപ്പയർ ചെയ്യണോ, NCERT വെച്ച് നോക്കണം, ഇല്ല വേറെ വല്ല പുറത്തുള്ള NCERT ചെയ്യണോ, ഏതായിരിക്കും നല്ലത്? NCERT വെച്ച് നോക്കണമെന്നല്ല, NCERT വെച്ച് തുടങ്ങണം. അതിനുശേഷം എന്താ പറയാ, ഞാന് മെയിൻ എന്ന് പറഞ്ഞത് ഞാൻ JEEക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതും നോക്കണം. എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനോട് ബൗണ്ട് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതാണ് നമ്മുടെ ഏരിയ. ഐ മീൻ ആ ഒരു ലെവല് അല്ലെങ്കിൽ ആ ഒരു ലെവല് തോന്നിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്യണം. പിന്നെ അഡ്വാൻസ് എന്ന് ഞാൻ പറയാത്ത എന്താണെന്ന് വെച്ചാൽ അത് ചിലപ്പോ ഈ 3 മാസത്തിനുള്ളിലൊന്നും എത്രത്തോളം ആവുമെന്ന് അറിയില്ല. എങ്കിലും ഈ മെയിൻ ലെവൽ ക്വസ്റ്റ്യൻസ് അതാണ് ഞാൻ സാധാരണ പറയാറ്, അത് നന്നായിട്ട് ചെയ്യണം. പിന്നെ ബയോയിലാണെങ്കിൽ NCERT തന്നെ ബയോയില് മതിയാവും. പിന്നെ വെറുതെ കാണാപ്പാടം പഠിക്കലല്ല, അത് ബയോയിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടാൽ മനസ്സിലാവും. ഒരിക്കലും കാണാപ്പാടം പഠിക്കലല്ല ബയോ. കണ്ടന്റ് മനസ്സിലാക്കിയാല് അത് അനുസരിച്ച് വരുന്ന കാര്യങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് എല്ലാം അത് തന്നെയാണ്. കാര്യങ്ങൾ പഠിച്ച കാര്യം വെച്ച് ബാക്കി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. അത് നിങ്ങൾ കഴിഞ്ഞോ, അത്രേ ഉള്ളൂ. പിന്നെ ഈ കെമിസ്ട്രി അതിങ്ങനെ ഈ ഓർഗാനിക്കിന് കൂടുതൽ സ്ട്രെസ് ചെയ്യണോ അതോ ഇൻഓർഗാനിക്, അങ്ങനെ ഏത് പാട്ടായിരിക്കും നോക്കണത് നല്ലത്? ഓർഗാനിക് 3 ഒരുപോലെയാണ്. പിന്നെ കാര്യങ്ങൾ പഠിക്കാൻ സിമ്പിള് ഫിസിക്കലാണ്. ഫിസിക്കൽ കെമിസ്ട്രി പാർട്ട് കാര്യം കുറച്ചേ ഉണ്ടാവുള്ളൂ. ക്വസ്റ്റ്യൻസ് കണ്ടൊക്കെ എന്താ പറയാ, ഫിസിക്കൽ കെമിസ്ട്രിയിലെ അവസാനം കുറച്ച് മാത്സ് കൂട്ടിക്കുഴച്ച് എന്താ പറയാ മാത്സ് കുറച്ച് സംഭവം ഒന്ന് ഭീകരാക്കാന്നല്ലാതെ ഫിസിക്കൽ കെമിസ്ട്രിക്ക് പഠിക്കാൻ കുറച്ചേ ഉള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് കുറച്ചങ്ങ് ചെയ്താൽ തന്നെ ഒരു ഐഡിയ കിട്ടും, ഒരു സംഭവം വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഓർഗാനിക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് മെക്കാനിസം പഠിച്ചാല്, മെക്കാനിസങ്ങളെ പറ്റിയിട്ട് റിയാക്ഷൻ മെക്കാനിസത്തിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടിയാല് ഓർഗാനിക്കിൽ ഏത് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും, എങ്ങനെ നീങ്ങണം എന്നുള്ളത് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ റിയാക്ഷൻ മെക്കാനിസത്തിന്റെ ഒരു ബുക്ക് ഞാൻ സജസ്റ്റ് ചെയ്തത്. പക്ഷെ അത് കെമിസ്ട്രിയിലെ ഓർഗാനിക്കിന് എന്താ പറയാ, റിയാക്ഷൻ മെക്കാനിസം ഇൻ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞ് MTGയുടെ ഒരു ബുക്ക് ഉണ്ട്. ബുക്ക് ഒരു ഇച്ചിരി കട്ടിയുണ്ട്, കാരണം അതില് റിയാക്ഷൻസ് ഒക്കെ ആയിട്ടുള്ള സംഭവം ഒരു ഡിഗ്രി ലെവലിനുള്ള ഒരു ഇതാണ്. പക്ഷെ അതിന്റെ ഫസ്റ്റ് പാർട്ടില് നന്നായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ, ഒരു NCERT പഠിച്ച ആൾക്ക് മനസ്സിലാവുന്ന പോലത്തിൽ തന്നെ നന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് കാര്യങ്ങൾ.
ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഡയറക്ട്ലി KVP റിലേറ്റഡ് ആയതൊന്നും ചെറിയ ഡൗട്ട് ഉണ്ട്. വെച്ചാൽ IIT, NIT, ഐസർ അത്തരം സ്ഥാപനങ്ങളിലൊക്കെ എങ്ങനെ ടീച്ചേഴ്സ് ആകാൻ പറ്റുന്നതാണ് ചോദ്യം. ഇവയിലൊക്കെ എങ്ങനെ ടീച്ചേഴ്സ് ആക്കാം? ഓക്കെ, അത് ഞാൻ കേട്ടിടത്തോളം സീനിയേഴ്സും ഒക്കെ പറഞ്ഞിടത്തോളം അത് അവര് എന്താ പറയാ ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ടാണ്. അത് ഞങ്ങളുടെ സാർമാര് എന്നെ പഠിപ്പിക്കുന്ന സാർമാര് നോക്കുകയാണെങ്കിൽ അവര് വിദേശത്തുള്ള കുറെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് PhDയും പോസ്റ്റ് ഡോക്കും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവര് ചെയ്ത വർക്കുകളൊക്കെ നോക്കും. പിന്നെ ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് അതിനായിട്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കമ്മിറ്റി തന്നെ ഉണ്ടാകും, ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഒക്കെ ആയിട്ട്. അവരാണ് ഈ സാർമാരെ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ പഠിപ്പിക്കാനുള്ള സാർമാരൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയാണ്. കൂടുതലായിട്ട് എനിക്ക് അതിനെ പറ്റി അറിയില്ല. ഓക്കെ. വേറെ ക്വസ്റ്റ്യൻ, KVP ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ലെവൽ എങ്ങനെയാണ്? ക്വസ്റ്റ്യൻസ് ലെവൽ എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഒന്ന് നമ്മുടെ ജെഇ മെയിനെക്കാളും ഇച്ചിരി കട്ടിയുണ്ടാവും. പിന്നെ അതന്നെ ജെഇ മെയിനെക്കാട്ടും ഇച്ചിരി ലെവൽ ഉണ്ടാവും. ലെവൽ 1 ക്വസ്റ്റ്യൻ തന്നെ. ബയോന്റേത് അതെനിക്ക് കറക്റ്റ് പറയാൻ കഴിയില്ല, ഞാൻ അത് അധികം നോക്കിയിട്ടില്ല.